വാക്യങ്ങൾ ഒന്നിച്ച് സന്തോഷമായിരിക്കാൻ നമ്മെ സഹായിച്ചല്ലോ. ആശ്രയിച്ച് നമുക്ക് ഒന്നിച്ച് ദിവസമായിരിക്കുമ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള ചില ചിന്തകളെ ഒരുമിച്ച് ധ്യാനിക്കാൻ താല്പര്യപ്പെടുന്നു. പരിചിതമായിരിക്കുന്ന ദൈവജനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആകട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇന്നത്തെ ഒരു വചനം, ഒരു വാക്ക് ആണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്കായി എടുക്കുന്നത്. നന്ദിയുള്ളവരായി ഇരിപ്പി എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. നന്ദിയുള്ളവരായി ഇരിപ്പീൻ എന്നുള്ള വിഷയത്തെ ആധാരമാക്കി ദൈവാത്മാവ് തന്നിരിക്കുന്ന ചില സംഭവ പശ്ചാത്തലങ്ങളുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ വിഷയം എന്താണ് നന്ദി എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാനൊക്കെ താല്പര്യപ്പെടുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന വാക്കാണ് നന്ദി, താങ്ക്സ് എന്നൊക്കെ പറയുന്നതാണ്. എന്നാൽ അതിന്റെ പിൻപിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നാം പലപ്പോഴും അതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിയിട്ടില്ല. അതിനെ കൃതജ്ഞത, ഉപകാര സ്മരണ എന്നൊക്കെയാണ് അതിൽ നിന്ന് മലയാളത്തിന്റെ പര്യായങ്ങളായിട്ട് കാണുന്നുണ്ട്. നന്ദി പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചതിന് നാം വാക്കുകൊണ്ട് നന്ദി പറയുന്ന അത് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന നന്ദിയാണെങ്കിൽ നിലനിൽക്കുന്നതായിരിക്കും. ഫോർമാലിറ്റിക്ക് പറയുന്നതായിരിക്കുകയാണെങ്കിൽ താൽക്കാലികമായിരിക്കും. അപ്പോൾ ഹൃദയം നിറഞ്ഞ് കവിയുന്ന നന്ദി പ്രകാശനവും, അതല്ലാതെ ഫോർമാലിറ്റിക്ക് പറയുന്ന നന്ദിയുമുണ്ട്. ദൈവസന്നിധിയിൽ നാം നന്ദി പ്രകാശിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൽ നന്ദി കരയിക്കുന്നത്? ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൽ നിന്നാണോ? വചനത്തിന്റെ തികവിൽ നിന്നാണോ? ഇവിടെ ഐശ്വര്യമായി ദൈവവചനം നമ്മളിൽ വസിച്ചിട്ട് ആ നിറവിൽ നിന്നാണോ നാം ദൈവത്തിൽ നന്ദി കരയിറ്റുന്നത്? അതോ ഒരു കാര്യം നടന്നപ്പോൾ നന്ദി പറഞ്ഞ് പിന്നീട് മറന്നു കളയുന്ന അനുഭവമാണ്? പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ താൽക്കാലികങ്ങളാണ്. ഇന്ന് ചെയ്ത ഉപകാരം നാളെ ആരും ഓർക്കണമെന്നില്ല. ഈ ഉപകാരങ്ങൾ മറന്നു പോകാൻ കാരണം, ഉപകാരം ലഭിച്ചു കഴിയുമ്പോൾ തന്നയാളെ നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന് ഞാൻ പറയാം. നന്ദി നാം പ്രകാശിപ്പിക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടിയതെങ്കിൽ നമ്മൾ മറന്നു കളയും. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഓർത്തിപ്പം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല. അതൊരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നടന്നു കഴിയുമ്പോൾ അത് നമുക്കൊരിക്കലും മറന്നു കളയാൻ കഴിയത്തില്ല. അത് ഹൃദയത്തിന്റെ അകത്ത് രൂപപ്പെടുന്നതാണ്. ഹൃദയത്തിന്റെ അകത്തുനിന്നുള്ളതാണ്. ആ ഹൃദയത്തിന്റെ അകത്ത് രൂപപ്പെട്ടിരിക്കുന്നതിന്റെ അകത്തുനിന്ന് വരുന്ന താങ്ക്സ് ആണ് ആരാധന. അതാണ് ദൈവത്തിന് നന്ദി എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആകണമെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. ദൈവീയ സമാധാനം ഉണ്ടായത് നാം അസ്വസ്ഥരായിരുന്നു, അസമാധാനമുള്ളവരായിരുന്നു. ഈ സമാധാനം ഇല്ലാത്തതിന്റെ പ്രധാന കാരണം നീതികരണം നടക്കാത്തതുകൊണ്ടായിരുന്നു. പുരുഷന്മാരുടെ ഹൃദയം എപ്പോഴും കലങ്ങി മറിയുന്ന കടലിന് സമാനമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുവാൻ തുടങ്ങിയതാണ് നിത്യരക്ഷയുടെ സന്ദേശം, നിത്യരക്ഷയുടെ പ്രവൃത്തി. അത് മുഖാന്തരമായി രക്ഷയെ ഓർത്തുകൊണ്ട് നാം എപ്പോഴും നന്ദിയോടുവരായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ജോലി കിട്ടുന്നതും വീട് കിട്ടുന്നതും നാട് കിട്ടുന്നതും കാറ് കിട്ടുന്നതും ഒക്കെ നമ്മുടെ താങ്ക്സ് പറയാറുണ്ട്. പക്ഷെ അത് ഭൗമികമാണ്, താൽക്കാലികം. പക്ഷെ തന്നതിനെ നാം മറന്നു കളയാൻ പാടില്ല. നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നാം അത് കിട്ടുന്നതിന്റെ വില മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തന്നവനെ ഓർക്കുവാൻ കഴിയത്തുള്ളൂ.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്ദിയുള്ളവരുമായിരിക്കും, ഇങ്ങനെ ദൈവസമാധാനം ഉണ്ടായി. അതിനല്ലോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു സമാധാനം നമ്മളിൽ വാണ്. ഈ ദൈവസഭ എന്നുള്ളത് സമാധാനമുള്ളവരായിരിക്കണം, സ്വസ്ഥതയുള്ളവരായിരിക്കണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ അസമാധാനം, ദുഷ്ടത, പക, പിണക്കം, അസൂയ, അങ്ങനെ പൈശാചികന്റെ സകലതും ഈ തിരമാലകൾ പോലെ ചേറും ചുളിയും പൊങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയുമെങ്കിൽ, സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുമെങ്കിൽ, സത്യദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ, അതിലപ്പുറമായിട്ട് എന്താണ് നമുക്ക് വേണ്ടിയത്? അതിനെ ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. രാത്രിയിലും സ്വസ്ഥമായിട്ട് രാത്രിയിൽ ഇരിക്കുവാൻ ദൈവകൃപ തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അത് ദൈവമേ, പ്രശസങ്കീർണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരാധനയിൽ സന്തോഷത്തിലിരിപ്പാൻ, സമാധാനത്തിലിരിപ്പാൻ ദൈവം തന്നിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം. ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയങ്ങളിൽ വാഴുമ്പോൾ ദൈവത്തോട് നമുക്ക് നന്ദി കരയറ്റുവാൻ കഴിയും. തുറന്നു പറയുകയാണ്, സങ്കീർത്തനങ്ങളാലും അങ്ങനെ നന്ദിയോടെ ഇരുന്ന് കഴിഞ്ഞാൽ, നന്ദി ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സങ്കീർത്തനമുണ്ടാകും, സ്തുതികളുണ്ടാകും, ആത്മീയ ഗീതങ്ങളുണ്ടാകും, തമ്മിൽ പഠിപ്പിക്കാൻ തോന്നും, ബുദ്ധി ഉപദേശിക്കാൻ സാധിക്കും. നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, പിന്നെ പുറമേയുള്ള കൂട്ടായ്മ മാത്രമല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹൃദയത്തിൽ പാടും. രാത്രിയിൽ നന്ദിയുള്ള ദൈവത്തിന്, നന്ദിയുള്ള ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത, അവർ ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവത്തിന് സ്തോത്രം കരയറ്റും, ഹൃദയത്തിൽ പാടും. അങ്ങനെ ഹൃദയത്തിൽ പാടുന്ന അല്ലേ നമ്മള്? അതെ, ദൈവമേ നീ ചെയ്ത നന്മകളെ ഓർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുറമേ നാം കൂട്ടായ്മയെ കൂടി പാടുന്നുണ്ടെങ്കിലും ആരാധിക്കുന്നു. എന്നാൽ എപ്പോഴും ദൈവത്തിന് ഹൃദയത്തിൽ പാടുവാനുള്ള ആത്മീയ വളർച്ച പ്രാപിച്ചവരായിരിക്കണം ദൈവമക്കൾ. അങ്ങനെ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ക്രിസ്തുവിന്റെ ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ ഈ ഹൃദയത്തിൽ നമ്മള് ധ്യാനിച്ച് അത് പാട്ടായി ഉള്ളിൽ കത്തിക്കഴിയുമ്പോൾ അത് സന്തോഷമായി, പാട്ടായി, ആരാധനയായി, മറ്റാരും അറിയാതെ ഹൃദയത്തിന്റെ അകത്തുനിന്നുയരുന്ന ആരാധന സ്വീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. രാത്രിയിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന നന്ദി കരയറ്റുന്ന അനുഭവം ഈ രാത്രിയിൽ നമുക്ക് ഉളവാക്കിയെടുക്കണം. പ്രത്യേകിച്ച് നാം ഒരുപക്ഷെ പുറമെ നന്ദിയും സ്നേഹവും സ്തോത്രവും ഒക്കെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് എപ്പോഴും ദൈവമായൊരു ബന്ധത്തിൽ ദൈവമേ നന്ദി എന്ന് പറയുന്ന ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ തുടിക്കുന്നുണ്ടെങ്കിൽ അതാണ് സ്വർഗം സ്വീകരിക്കുന്ന നന്ദി. ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം, നമ്മുടെ അകത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഹൃദയമാണ് തുടിക്കുന്നതെങ്കിൽ അതാണ് ദൈവത്തിന് സ്വീകാര്യമായ ദൈവിക നന്ദി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആരാധന. നമ്മുടെ ജീവിതം തുടിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ അതിന്റെ എല്ലാം ആഴങ്ങൾ മനസ്സിലാക്കിയെന്ന് രാത്രി പറയണോ, എന്റെ ഹൃദയം ഇടിക്കുന്നതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് ആ ഹൃദയമിടിപ്പിന്റെ ഓരോ താളത്തിലും എന്റെ ദൈവത്തിന്റെ സ്തുതി പാടുന്ന താളമായി എന്റെ ഹൃദയം മാറട്ടെ എന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം. കർത്താവേ, ഞാൻ ഹൃദയം ഇടിക്കുന്നത് അങ്ങയെ സ്തുതിക്കുന്ന താളമേളങ്ങളായി മാറണം. ഇവിടെ നിശ്ചലമായാലും ഒരിക്കലും നിശ്ചലമാകാത്ത സ്തുതി സ്തോത്രങ്ങളുടെ താളം ആരാധന ഉയർത്തുന്നവരായി മാറ്റുവാൻ ദൈവം വീണ്ടും നമ്മളെ എഴുന്നേൽപ്പിക്കുമെന്നുള്ള പ്രത്യാശയോടെ വേണം ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം കരയേറ്റേണ്ടത്. അതാണ് യഥാർത്ഥമായിട്ടുള്ള നന്ദിയും സ്നേഹവും എന്നുള്ളത്. ഒന്നുണ്ട് സംഭവങ്ങൾ ഞാൻ വേഗത്തിൽ എടുത്ത് കാണിക്കാം, എങ്കിൽ മാത്രമേ, ചിന്തിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന നന്ദി പ്രകാശനം അല്ലെങ്കിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ട് കാര്യങ്ങൾ എടുത്താണ് സാധാരണ ചിന്തിച്ച് നമ്മളതിനെ സ്ഥാപിക്കാറുള്ളത്. ഇന്ന് രാത്രിയിൽ അപ്രകാരം തന്നെ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രാരംഭത്തിൽ ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചിട്ട്
എന്താണ് യഥാർത്ഥമായ നന്ദി പ്രകാശനം എന്നുള്ളത് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ച് അർജിതമായിരിക്കുന്ന ഭാഗമാണ്. 17-ാം അധ്യായം 16-ാം വാക്യം പറഞ്ഞിരിക്കുന്നു, മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ് വീണു അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. നമുക്കറിയാവുന്ന ഭാഗമാണ്. അപ്പൊ പ്രസംഗത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് പറഞ്ഞത്. അതിന്റെ 17-ാം അധ്യായമുള്ള കാര്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഈ കർത്താവ് പറഞ്ഞാക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തന്നമേ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, കടുകുണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഒഴുകിയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിലിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താരം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം മരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീ തിന്നു കുടിച്ച് കൊള്ളുക എന്ന് പറയുകയില്ല. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? ഒരു ചോദ്യമാണ്. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്ത് പോകുന്ന ആൾക്ക് പൈസ കൊടുത്തിട്ട് നന്ദി പറയുമോ? താങ്ക്സ് എന്ന് പറയും? പറയത്തില്ല, ആരും പറയത്തില്ല. ജോലി ചെയ്തു, ജോലിക്കുള്ള കൂലി കൊടുത്തു, അവർ പോകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? അപ്പൊ അങ്ങനെയൊന്നും ഫോർമാലിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാസൻ ചെയ്യേണ്ട കടമ അവൻ അത് ചെയ്തു. ഇവിടെ പറയുകയാണ്, അവിടം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയും. കഥാ പറഞ്ഞു, എത്രയേ ഉള്ളൂ. ഇവിടെ നന്ദി പ്രകാശിപ്പിക്കേണ്ട സ്ഥലമുണ്ട്. ആരോട് ചെയ്യണമെന്നുള്ളത് കഥാവിന് തുടർന്ന് കാണിക്കുകയാണ്. ഇവിടെ ഈ നമ്മളോട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ നന്ദി വിളിച്ചു പറയേണ്ട ആവശ്യം. ഇപ്പം ഞാൻ പറയുന്ന കാര്യം കഥ പറഞ്ഞത് കടപ്പാടാണെങ്കിൽ ചെയ്യുക, അത് ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ. ചെയ്യേണ്ടത് ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രത്യേക നന്ദി വേണ്ടി പോകും. മക്കൾ കൊണ്ടൊന്ന് ഒരു ഗ്ലാസ് ചായ തരുമ്പോൾ അതിന് താങ്ക്സ് പറയേണ്ട ആവശ്യം ഇല്ല. നീ ചിലർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല, ഒക്കെ പറഞ്ഞു, കുഴപ്പമില്ല. ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ പശ്ചാത്തലത്തിന്റെ അതായിരിക്കും, അത് ഓരോരുത്തർക്കും ചെയ്യാം. എന്നാൽ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് കൂടുതൽ നമ്മൾ നന്ദി പ്രകാശിപ്പിക്കാറുള്ളത്. എന്നാൽ കഥ പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദി പറയുമെന്ന് ചോദിച്ചു. അന്നത്തെ അവിടെ നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. വേല ചെയ്തവൻ വന്നു കഴിഞ്ഞാൽ അവനോട് നീ ആഹാരം കഴിച്ചെന്ന് ചോദിക്കത്തില്ല. നീ എന്ത് ചെയ്യുക, അരമുറുക്കി എനിക്ക് എല്ലാം ആഹാരം ഉണ്ടാക്കിത്ത, ഞാൻ കഴിച്ചതിന് ശേഷമായി എന്റെ കാര്യം നടക്കട്ടെ, നിന്നെ ആക്കിയിരിക്കുന്ന അതിനു വേണ്ടിയാ, അതിനുശേഷമായിട്ട് നീ കഴിച്ചു. പിന്നീട് പറയുക, തന്നോട് അവനോട് പറഞ്ഞെല്ലാം ചെയ്ത ശേഷം വൈകുന്നേരം അവനോട് വിളിച്ച് നിനക്ക് നന്ദി എന്ന് പറയേണ്ട ആവശ്യമില്ല, പറയത്തുമില്ല. എന്നവർ അങ്ങനെ അത് ചെയ്യാറില്ലല്ലോ എന്നാണ് അന്നത്തെ സാഹചര്യത്തിൽ അവിടെ കർത്താവ് പറഞ്ഞത്. ഇവിടെ തിരിച്ച് ആ ദാസനെ പറയുള്ളൂ, നന്ദി യജമാനെ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പോകും. ഇവിടെ അതേ പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയുന്നത് ആ ഒരു രീതിയാണെന്ന് പറയുന്നിട്ട് കർത്താവ് പറഞ്ഞു, യഥാർത്ഥമായിരിക്കുന്ന നന്ദി പ്രകാശനം എന്താണെന്ന് ഈ ശിഷ്യന്മാരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കർത്താവ് 17-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം അവരുടെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ് യഥാർത്ഥമായ നന്ദി പ്രകാശനം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ കർത്താവ് അവിടെയുള്ള സാമ്പ്രദായങ്ങളെ, കാര്യങ്ങളെ പറഞ്ഞിട്ട് അത് ചെയ്യേണ്ടത് ചെയ്തു പോകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല, അതങ്ങനെ ആരും ചെയ്യാറുമില്ല എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ലഭിച്ചു കഴിയുമ്പോൾ നീ നന്ദി പ്രകാശിപ്പിക്കണം എന്നുള്ളത് ദൈവം കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിലുള്ള സകല നന്ദി വാക്കുകൾക്കും നന്ദി വാചകങ്ങൾക്കും അതിനതിൻ്റെതായിട്ടുള്ള തലങ്ങളിൽ ആവശ്യകതയുണ്ട്. എന്നാൽ അതൊക്കെ താൽക്കാലികങ്ങളാണ്.
കർത്താവ് പറയുകയാണ്, എങ്ങനെ ആരോട് നന്ദി പറയണം, എങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രകാശിപ്പിക്കണം എന്നുള്ളത് ദൈവമായ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കർത്താവിടെ ഒരു സന്ദർഭം ഒരുക്കിയതിനെ കുറിച്ചാണ് 17 വാക്യം പറഞ്ഞിരിക്കുന്നത്. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. ശമര്യ, ഗലീല, ഈ പ്രദേശങ്ങളുടെ നടുവിലൂടെ കർത്താവ് കടന്നു പോകുകയാണ്. അപ്പോൾ ഈ അതിർത്തിയിൽ വിചാരിക്കുന്നത് ശമരിയിലും ഗലീലിലുമുള്ള ഈ കുഷ്ഠരോഗികൾ ആയിട്ടുള്ളവർ അവര് ഒരുമിച്ച് പാർക്കുന്ന ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടുന്ന് കർത്താവിന് എതിർപ്പടിക്കണം. കർത്താവ് അങ്ങോട്ട് പോകുമ്പോൾ ഇവര് എതിർപ്പെട്ടു. സാധാരണ രീതിയിൽ കുഷ്ഠരോഗികൾ വരുമ്പോൾ ഒരു അതരം മൂടിക്കെട്ടി അവര് അശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് മണിയിലേക്കൊക്കെ നടക്കണമെന്നാണ് പ്രമാണം. ആ രീതിയിലാണ് എതിർപ്പെട്ടത്. ഇവിടെ പ്രമാണം നോക്കുമ്പോൾ അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അശുദ്ധന്മാരായിരിക്കുന്ന ഇവര് യേശു ആണെന്ന് അറിഞ്ഞപ്പോൾ മുമ്പോട്ട് ചെന്നു. കാരണം യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശു ആരാണ്? അവൻ കരുണയുള്ളവനാണ്. അവന്റെ അടുക്കൽ ചെല്ലുന്നവരെ അവൻ സഹായിക്കും, വിടിവിക്കും, സൗഖ്യമാക്കുമെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് യേശു നായക. പറയാണ്, നീ നായകനാണ്, ഞങ്ങൾ അടിമകളാണ്, രോഗത്തിന്റെ പിടിയിൽ കിടക്കുകയാ, കുഷ്ഠരോഗത്തിന്റെ പിടിയിൽ കിടക്കുകയാ, ഞങ്ങൾക്ക് മറ്റാരുടെ മുമ്പിൽ ചെല്ലാൻ കഴിയത്തില്ല. എന്നാൽ നീ നായകനാണ്, നിനക്ക് ഞങ്ങളെ വിടിവിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിലും യേശു നായകനാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഞാൻ അടിമപ്പെട്ടിരിക്കുന്ന ഏത് രോഗമാകട്ടെ, ഏത് ഭാരമാകട്ടെ, നിരാശയാകട്ടെ, അവന്റെ അടുക്കിലേക്ക് യേശുവേ നീ നായകനാണ്, നിനക്കെന്നെ അടിമത്തത്തിൽ നിന്ന്, ഈ വിഷയത്തിൽ നിന്ന് എന്നെ റിലീസ് ചെയ്യുവാൻ, എന്നെ വിടിവിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്തില്ലാമെങ്കിൽ പറഞ്ഞത് കർത്താവിലേക്ക് ചെല്ലാൻ വിടുതൽ ഉണ്ട് എന്നുള്ള അവിടെ. ഇപ്പൊ അപ്പോസ്തലന്മാർ പറഞ്ഞ അവിടെ വിശ്വാസം വർദ്ധിപ്പിച്ചാണ് വേണം. കർത്താവ് വിശ്വാസം എന്താണെന്ന് കൂടെ മനസ്സിലാക്കി കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക ശിഷ്യന്മാർക്ക്. ഇവർക്കൊരിക്കലും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വരാൻ പറ്റത്തില്ല. പക്ഷേ യേശു എന്ന പേര് കേട്ടപ്പോൾ അവൻ നായകനാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം അന്ന് വരെയും ഈ രോഗങ്ങൾ, നിരാശകൾ, പ്രയാസങ്ങൾ, അന്ധതയും കുഷ്ഠരോഗവും ചെകിടനും ഊമനും ബദിരനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ചന്തകളിൽ പോലും രോഗികൾ കൂടി വരത്തക്കവണ്ണമുള്ള നിരവധി ആൾക്കാർ രോഗബാധിതരായി കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യേശു അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് യേശുവിന്റെ ആ പ്രവൃത്തി വലുതാണെന്നും അവൻ മുഖാന്തരം ഉണ്ടാകുന്ന വിടുതൽ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി യേശു നായകനാണ്. അപ്പോൾ ബലവാനായിരിക്കുന്ന യേശു നായകനായി ഉള്ളത് കൊണ്ട് വിടുതൽ സംഭവിക്കുന്നുള്ള വാർത്ത കേട്ടപ്പോൾ കുഷ്ഠരോഗികൾക്ക് മനസ്സിലായി ഈ നായകനായിരിക്കുന്ന യേശുവിനോട് കരുണ യാചിക്കണമെന്ന്. അങ്ങനെ അവര് എന്ത് ചെയ്തു? യേശു എതിർപ്പെട്ടിട്ട് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. യേശു അവരെ കണ്ടിട്ട് പറഞ്ഞു, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് തീരെ ചോദിച്ച ശിഷ്യന്മാർ പലപ്പോഴും ദൈവത്തോട് തീരെ ചോദിക്കാറുള്ളൂ. ദൈവം എന്നാൽ പ്രാക്ടിക്കൽ കാണിച്ചത്, പ്രായോഗികത കാണിച്ചത് എന്താണ് വിശ്വാസം എന്നുള്ളത്. ഇവിടെ ദൈവമായ കഥാനോട് നടന്നവരല്ലവര്. കഥാ ചെയ്ത പ്രവർത്തികളൊന്നും കൂടുതൽ കണ്ടിട്ടില്ല. ഇവര് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാ. പക്ഷെ ഈ കേട്ട വിശ്വാസം കൊണ്ട് അവർ വിചാരിച്ചു യേശുവിന്റെ അടുക്കൽ വന്നാൽ
യേശുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നായകനായതുകൊണ്ട് ഞങ്ങളുടെ ബന്ധനം അഴിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒരു വിശ്വാസം. ഈ രാത്രിയിലും കേൾവി മാത്രമുള്ള ഒരു വിശ്വാസത്തോടെയാണോ യേശുവിന്റെ അടുക്കൽ വരുന്നത്? അതോ അവൻ എന്നെ വിടിവിക്കും എന്നുള്ള ഒരു പ്രത്യാശയോടും അതെ എനിക്ക് എന്നോട് അവൻ കരുണ കാണിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ തികവിലാണോ ഇന്ന് രാത്രി നാം ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നത്? അവർക്ക് കാര്യം അറിയാം. യേശു അടുക്ക് വന്നു കഴിഞ്ഞാൽ സംഗതി സൗഖ്യമാകും എന്നുള്ളത്, കർത്താവ് കാര്യത്തെ തീരുമാനമെടുക്കും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ ഇറങ്ങി വന്ന് യേശുവിനുമായിട്ട് അവരെ നേരിൽ കണ്ട് സംസാരിക്കാൻ കഴിയാത്തുന്നത്. യേശു അത്രേ പറഞ്ഞുള്ളൂ, കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? പുരോഹിതന്മാരെ കാണിക്കണം പറഞ്ഞു. ഈ പുരോഹിതന്മാരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ സൗഖ്യമായവർക്ക് പുരോഹിതന്മാരെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ അശുദ്ധരായി എണ്ണി വെളിയിൽ വിട്ടവരാണ്. അവർ സൗഖ്യമാകാതെ വെളിയിൽ നിന്ന് അകത്ത് വരാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഇവരെ മാറ്റി പാർപ്പിക്കുന്നത്. ഇത് പടരുന്ന രോഗമായതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് മാസ്ക് എല്ലാവരും വെക്കുമായിരുന്നു. എന്തിനു വേണ്ടി മാസ്ക് വെക്കുന്നതിന് വേണ്ടിയാ? ഒന്ന്, നമുക്ക് മറ്റു രോഗം വരാതിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ള രോഗം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി മാത്രമേ വായ് മൂടിക്കെടുന്നതിനാണ് വാ മൂടിക്കെട്ടുന്നത്. അവരുടെ ശ്വാസം അല്ലെങ്കിൽ അവരുടെ രോഗാണുക്കൾ വരാതിരിക്കാൻ വേണ്ടി ഈ ഇസ്രായേലിന് കൊടുത്ത സിസ്റ്റമായിരുന്നു ഈ മാസ്ക് പോലെ വാ മൂടിക്കെട്ടുന്നത്. ഇവര് വാ മൂടിക്കെട്ടിയാണ് ഇവര് ഉറക്കം നിലവിളിച്ചത്. ഞാൻ വിശ്വസിക്കുന്നത് മാസ്ക് ഒക്കെ കെട്ടി വെച്ചും നമ്മൾ നിലവിളിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓർക്കണം, നല്ലതാണ് കേട്ടോ, മറന്നു പോകരുത്. മാസ്ക് കഴിക്കാത്ത കാലങ്ങളെ കുറിച്ചൊക്കെ ഓർത്തു പോകണം. ആരാധിച്ചിട്ടില്ലേ? മാസ്ക് ഒക്കെ വെച്ച് കെട്ടി ആരാധിച്ചിട്ടില്ലേ? കൊണ്ട് മാസ്ക് കെട്ടി ആരാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രോഗം പടരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു രീതി ആണ് അവിടെ ഇസ്രായേൽ ദൈവം കൊടുത്തിരുന്നതനുസരിച്ച് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനകത്ത് 9 പേര് യഹൂദന്മാരും ഒരാള് ശമര്യക്കാരുമായിരുന്നു. 10 പേരാണ് ഈ ഒരു ഗ്രൂപ്പായിട്ട് യേശുവിനോട് നിലവിളിച്ചത്. ഒരുമിച്ചാണ് നിലവിളിച്ചത്. ആ വിഷയം ഒരുമിച്ച് നിലവിളിച്ചപ്പോൾ അവർക്ക് നിലവിളിയിലൊക്കെ ഐക്യതയുണ്ടായിരുന്നു. ഒരുമിച്ച് പറഞ്ഞു, യേശു നായകനാണ്, സൗഖ്യമാക്കുന്നവനാണെന്ന് അവർ ഉറക്കെ പറഞ്ഞപ്പോൾ അവര് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ നായക, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞത്. കർത്താവേ, കരുണ തോന്നണമേ എന്ന്. രാത്രിയിൽ നമ്മൾ അധികം ഒന്നും പറയത്തില്ലെങ്കിൽ ഒരു വാക്ക് ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയും. കർത്താവേ, എന്നോട് കരുണ ഉണ്ടാകണം. കർത്താവേ, ഞാൻ ആയിരിക്കുന്ന വിഷയത്തിൽ എന്നെ വിടിവിക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. കുഷ്ഠരോഗം സൗഖ്യമാകുവാൻ അന്നവിടെ മരുന്നോ സമ്പ്രദായമോ ഒന്നും ഇല്ലായിരുന്നു. ദൈവം അവരെ സൗഖ്യമാക്കുമ്പോൾ മടങ്ങി വരുമാൻ അവരെ രോഗികളെ മാറ്റി പാർപ്പിച്ചിട്ട് അത് പടരുന്നില്ലെങ്കിൽ മടക്കിക്കൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നു. അങ്ങനെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത വിഷയമായി ഒറ്റപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോയ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അതുപോലെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോയ ഇവര് രോഗികളായപ്പോൾ ഒരുമിച്ച് ആയിരുന്നു. ഇവർക്കൊരു സാഹചര്യം കിട്ടിയപ്പോൾ അവരൊരുമിച്ച് ദൈവത്തോട് നിലവിളിച്ചു, ഞങ്ങളുടെ കണ്ണു തോന്നണമേ. അതവിടെ നിങ്ങൾ പോയി ആരാണോ നിങ്ങൾ അശുദ്ധരായി പ്രഖ്യാപിച്ച് വെളിയിൽ വിട്ടത് അവിടെ അടുക്കൽ പോയി കാണിച്ചോളാൻ പറഞ്ഞു. ഇവരത് വിശ്വസിച്ച് പോകുമ്പോൾ പുരോഹിതന്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ വിശ്വാസത്തോടെ പോകുകയിൽ അവർക്ക് സൗഖ്യമായി. ഇത് ശിഷ്യന്മാർ കണ്ടു. ആദ്യം പറഞ്ഞു, പ്രൊഫസർമാർ വന്ന് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചാണ് വന്ന. യേശുവിന്റെ വാക്ക് മാത്രം കേട്ടിട്ട് ഒരു സംശയം കൂടെ അവര് പോകാൻ തീരുമാനിച്ചു. കൂടാതെ ശിഷ്യന്മാര് നടക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മളെക്കാൾ
കൂടുതലായ വിശ്വാസം ഇത് പുറത്തുള്ളവർക്കുണ്ട് പ്രിയപ്പെട്ടവര്. നമുക്ക് പിന്നെയും 100 ചോദ്യങ്ങളും സംശയങ്ങളും, അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ. അതുകൊണ്ട് അപ്പോസ്തലന്മാർ മോശമാണല്ല പറഞ്ഞത്, കർത്താവരെ പഠിപ്പിക്കുകയാണ്. ഇവർക്ക് ഈ ഒരു സൗഖ്യം മാത്രം മതി. അപ്പോസ്തലന്മാരെ അതല്ല. ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് നമുക്കൊരു സൗഖ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ നാം വിളിച്ച് സൗഖ്യമാകാൻ അനേകരുണ്ട്, പക്ഷെ അവർ സൗഖ്യത്ത് വന്നില്ല. അപ്പൊ നമുക്ക് സംശയങ്ങളും വിശ്വാസം വർദ്ധിച്ചണം എന്നൊക്കെ പറയുന്നത് ആത്മാർത്ഥതയെന്ന് പറഞ്ഞതാണ്. അപ്പോസ്തലന്മാർ വെറുതെ പറഞ്ഞല്ല, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, ഞങ്ങൾക്ക് ആവശ്യം ഈ വിശ്വാസമാണ്, അതിന്റെ അടിസ്ഥാനം കർത്താവേ അങ്ങനെ വിശ്വസിക്കാനുള്ള അത് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അവർ പറഞ്ഞപ്പോൾ അത് വേണ്ട കാര്യമാണ് അവർ ചോദിച്ചത്. കാരണം വിശ്വാസം വർദ്ധിച്ചെങ്കിൽ മാത്രമേ നിത്യതയോട് നിലനിൽക്കുകയുള്ളെന്ന് ശിശുക്കൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇവരിവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് ഈ കർത്താവ് വാക്കിന്റെ അകത്തുള്ള വിശ്വാസമുള്ള 10 പേരെ ദൈവം കാണിക്കുക. എന്നിട്ട് ഇങ്ങനെ കാണിച്ച ആൾക്കാരിൽ നിന്ന് ദൈവത്തെ നന്ദി പറയുവാൻ വേണ്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനെയാണ് നന്ദി പറയുക എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് നന്ദി. ഒന്നുകൂടെ ഞാൻ പറയാം, എന്താ നന്ദി എന്ന് ചോദിച്ചാൽ, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനെയാണ് നന്ദി എന്നുള്ളത് ആത്മീയത്വത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവര് 10 പേരും പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു. അതുവരെയും അവർ അശുദ്ധരായിരുന്നു. യേശുവിന്റെ ഒരൊറ്റ വാക്ക്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞപ്പോ ആ വാക്ക് അവരുടെ ഉള്ളിലേക്ക് വ്യാപരി പനടയായി തീർന്നു. 10 പേരിലും ഒരുപോലെ ദൈവത്തിന്റെ ശക്തി ആ വാക്കിലൂടെ വ്യാപരി പനടയായി തീർന്നത് പോലെ യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി, അത് ആ ശക്തി ഒരു സമൂഹത്തിന്മേൽ വ്യാപരിപ്പാനിടയായി തീരും. രാത്രിയിലും ഈ കൂടി വരുന്ന പ്രാർത്ഥനയിൽ കൂടി വരുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ ഒരൊറ്റ വാക്കിലൂടെ നമ്മൾ എല്ലാവരും വ്യാപരിപ്പാനിടയായി തീരും. കർത്താവ് ഒരു വാക്ക് പറഞ്ഞ അത് ഒരുമിച്ച് വിടുതൽ സംഭവിപ്പാനിടയായി തീരും. 100 വിഷയങ്ങളുമായി പല വിഷയങ്ങളുമായിട്ടിരിക്കുന്ന നമ്മളെ ഏകശരീരമായ ദൈവം വിളിച്ചിരിക്കുക. അപ്പോൾ നന്ദി പറയുവാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടുമ്പോൾ വിടുതൽ ഒരുപോലെ ഉണ്ടാകും. ഇവിടെ കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ 10 പേരിലും അവര് ഉടൻ തന്നെ അവർ തിരിഞ്ഞു. അവര് പുരോഹിതന്മാരെ കാണിക്കേണ്ട വഴി അവർക്കറിയാം, എവിടെയാ വന്നെന്നറിയാം. വന്ന വഴി നോക്കിയിരിക്കുക, എന്ന് സൗഖ്യമാകും, എന്ന് സൗഖ്യമാകും, എന്ന് എനിക്ക് മടങ്ങിപ്പോകാം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു അവർ ആ ഗ്രാമത്തിലായിരുന്നത്. രാത്രിയിലും എന്നെന്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും, എന്നെനിക്ക് പരിഹാരമുണ്ടാകും, എന്നെനിക്ക് പരിഹാരമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ജീവിതമേ, രാത്രി ദൈവം നിന്നെ എതിർപ്പെടുന്ന ഒരു രാത്രിയാക്കി ഈ രാത്രി പ്രാർത്ഥനയും മാറ്റാൻ പോവുക. 10 പേരുടെയും ആഗ്രഹം മടങ്ങിപ്പോകണമെന്നായിരുന്നു, സൗഖ്യമാകണമെന്നായിരുന്നു. നിരാകരിക്കപ്പെട്ടിടത്തേക്ക്, തള്ളപ്പെട്ടിടത്തേക്ക്, അതെ, അവർക്ക് അവരെ തള്ളിക്കളഞ്ഞത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, കൂടെ താമസിപ്പിക്കാൻ കഴിയത്തില്ല, മറ്റുള്ളവർക്ക് പകരം അതുകൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിച്ചതാ. അതെ, അവരെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കാണാൻ ആഗ്രഹമുള്ള, അവിടെ കണ്ണു വാഞ്ചിക്കുന്ന അവിടെ മക്കളുണ്ട്, കരങ്ങളെടുത്ത് ലാളിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്, പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഗ്രഹത്തോടെ കാത്തിരിക്കുക എന്നാണെന്ന് സൗഖ്യമാകുന്നത്. വഴി മറന്നു പോയിട്ടില്ല, എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയാമായിരുന്നു. രാത്രിയിലും അങ്ങനെ ഓർത്തിരിക്കുന്ന ജീവിതങ്ങളിൽ പ്രാർത്ഥനയിൽ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. അതെ, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ സാധ്യമായി തീരും. ഇവരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് സൗഖ്യമായി ശുദ്ധീകരണം പ്രാപിച്ച് വിടുതൽ കിട്ടി, എന്റെ വടുവെല്ലാം മാറി സൗഖ്യമായി, ത്വക്ക് നേരെയായി, കളവ് മാറി, ആ വടുവിൽ വന്ന രോമത്തിന്റെ പുരോഹിതൻ പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് കുഴിവുള്ളതാണോ, രോമത്തിന് പൊൻനിറമുണ്ടോ എന്നൊക്കെ നോക്കി പുരോഹിതൻ നോക്കണമെന്നുള്ള ലേവ്യ പൗരോഹിത്യ നിയമം അനുസരിച്ച് ഒരു കുഷ്ഠരോഗിയെ നോക്കി അവനെ അശുദ്ധനെന്ന് എണ്ണി അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് എണ്ണുന്ന പ്രമാണം ഉണ്ടായിരുന്നു.
ദേശത്തിന് എണ്ണിയപ്പോൾ കുഷ്ഠരോഗത്തിന് ലക്ഷണമുള്ളതുകൊണ്ട് അവരെ മാറ്റിവിട്ടൊരു കുഷ്ഠരോഗയെ തീർന്നതുകൊണ്ട് അവരെ മാറ്റിവിട്ടെന്നാൽ യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അവരുടെ വടുക്കളെല്ലാം മാറി, രോമമെല്ലാം സാധാരണ രീതിയിലായി തീരുവാൻ എത്തുന്നത്. എന്തെല്ലാം കുഷ്ഠലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം സൗഖ്യമായി. ഇന്ന് രാത്രിയിൽ ആർക്കും മാറ്റുവാൻ കഴിയാത്ത വേദനയുണ്ടെങ്കിൽ, നിരാശയുണ്ടെങ്കിൽ, ആർക്കും മാറ്റുവാൻ കഴിയാത്തതിനെ നിമിഷം കൊണ്ട് മാറ്റുവാൻ കഴിവുള്ളവന്റെ ഒരു വാക്ക് മതി. വിശ്വാസത്തോടെ രാത്രിയിൽ നമുക്ക് പറയാം, കർത്താവേ നീ നായകനാ, നീ എന്റെ നായകനാണ്, നീ എന്റെ ലീഡറാ. കർത്താവേ ഇതുവരെയും ഞാൻ അനുഭവിച്ച അടിമത്തമുണ്ടല്ലോ, അത് മാറ്റി എന്നെ നയിക്കുവാൻ നീ ശക്തനാ. ആ വാക്കിന്റെ അകത്ത് അതെല്ലാം അടങ്ങിയിട്ട് ഒരടിമത്തമായിരുന്ന രോഗം മാറിയപ്പോൾ ഇവരെ നോക്കിയപ്പോൾ പുരോഹിതന്റെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി അവർ തിരിഞ്ഞപ്പോൾ തന്നെ സൗഖ്യമായി. അവർ പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. ഇങ്ങോട്ട് യേശു അടുക്കൽ വന്നത് രോഗിയായിട്ടാണ് വന്നത്. ഈ പ്രാർത്ഥന ഇരിക്കുമ്പോൾ 100 വിഷയങ്ങളുമായിട്ടുള്ള ഭാരത്തോടെ ഇരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ വചനം ഉള്ളിൽ തട്ടിയാൽ ഏത് വിഷയമാണോ ഭാരമായിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ നായകത്വം യേശു ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇന്ന് വരെ പൂർത്തീകരിക്കപ്പെടാതിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരാതിരിക്കുന്ന ആഗ്രഹങ്ങളെ സബലീകരിക്കാൻ കഴിയാതെ കാത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ യേശു എന്ന നായകന് കഴിയും. ഇന്ന് രാത്രിയിൽ അവന്റെ ശബ്ദമാണ് നാം ഈ രാത്രി കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മെ വെറുതെ രാത്രിയിൽ ചെയ്യല്ല നാം ചെയ്യുന്നത്, അവന്റെ ശബ്ദം കേൾപ്പിക്കുന്നത്. അവൻ നമ്മുടെ നായകത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാ, നമ്മുടെ തലമുറകളുടെ നായകത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാ, അതെ വിടിവിക്കാൻ വേണ്ടിയാ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അവർ പോകയിൽ തന്നെ സൗഖ്യശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. എന്താണ് നന്ദി? ബാക്കി 9 പേരും വെച്ചു പിടിപ്പിച്ചു. നമ്മളും അത്രക്കാരല്ലേ? ദൈവത്തിന് കിട്ടി കഴിയുമ്പോൾ ഹൃദയം തുറഞ്ഞു നന്ദി പോലും പറയാതെ ഓടുന്നവരാണോ ഞാനും ഞങ്ങളും? അതോ ഈ ശമര്യാചാരിക്കാനായിരിക്കുന്ന ശമര്യക്കാരന് ഒന്നും കാണിക്കാനില്ല, പോകാനില്ല. അവര് മനസ്സിലായി, യഹൂദന്മാരായി ഞങ്ങൾക്ക് ഇനിയും പള്ളിയിൽ ചെല്ലാം, സമൂഹത്തിൽ ചെല്ലാം, വിലയുള്ളവനായി മാറി. ശമര്യക്കാരന് ഒന്നും പ്രശംസിപ്പാനില്ല. അവൻ നോക്കിയപ്പോൾ അവന് കിട്ടിയ, അവന് കുടുംബമുണ്ട്, അവന് അവിടേക്കാൾ മടങ്ങിപ്പോകാം. എന്നാൽ അവൻ അതെല്ലാം വിട്ടിട്ട് അവൻ നോക്കിയപ്പോ അവന്റെ ശരീരം അതേ സൗഖ്യമായെന്ന് കണ്ടപ്പോ അന്നുവരെ ആ കുഷ്ഠരോഗത്തിന്റെ വ്രണങ്ങളായിരുന്നു അവന്റെ ശരീരത്തുണ്ടായിരുന്നെങ്കിൽ യേശുവിന്റെ വാക്കിൽ സൗഖ്യമായത് കണ്ടപ്പോ സൗഖ്യമാക്കിയവനെ അവന് മറക്കാൻ പറ്റിയില്ല. അവന്റെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി അവനെ സൗഖ്യമാക്കിയവന്റെ കാൽക്കൽ വീഴുവാൻ ഇടയാത്തിരുന്നെങ്കിൽ ഇന്നു രാത്രിയിലെ സന്ദേശം കേൾക്കുമ്പോൾ അതേ നാം പലയിടത്തും ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നവരാ, പല ആഗ്രഹങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ. എന്നാൽ ഇത് രാത്രി ദൈവം പറയുക, നമ്മുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കുന്നവന്റെ കാൽക്കൽ വീണ് കിടന്നവന് നന്ദി പറയണം. അതാണ് യഥാർത്ഥമായ നന്ദി പ്രകടനം. രാത്രി നമ്മൾ തന്നെ നന്ദി കരയറ്റാറുണ്ടോ ദൈവത്തിന്? അതോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്? അത് പലപ്പോഴും എനിക്ക് തെറ്റുപറ്റിക്കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. ഉപകാരം ലഭിച്ചു കഴിയുമ്പോൾ ഉപകാരം ചെയ്തവരെ മറന്നു പോകുന്നത് മാനുഷികമാണ്. എന്നാൽ ദൈവവചനം ഉള്ളിച്ചെന്ന് കഴിയുമ്പോൾ, യഥാർത്ഥമായ ദൈവത്തിന്റെ സ്പർശനം വിട്ട് കഴിയുമ്പോൾ, ദൈവ
ഉണ്ടാകുമ്പോൾ നന്ദി ദൈവസന്നിധിയിൽ പറയാതിരിക്കുവാൻ, മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. അപ്പോസ്തലന്മാരെ വിശ്വാസം കാണിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ഇതിവിടെ ഹൃദയത്തിൽ ഒരിക്കലും പോകത്തില്ല. പിന്നീട് ഒരിക്കലും അപ്പോസ്തലന്മാർക്ക് എന്താണ് വിശ്വാസം അല്ലെങ്കിൽ നന്ദി എന്നുള്ളത് അവർക്ക് തീരെടുക്കേണ്ട ആവശ്യമില്ല. എന്താ നന്ദി എന്ന് ചോദിച്ചാൽ, നന്ദി എന്നുള്ളത് രണ്ടക്ഷരമാണ് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ, അതിനപ്പുറമായി എന്താണ് നന്ദി എന്ന് ദൈവം പ്രായോഗികമായി ശിഷ്യന്മാരുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് രാത്രിയിൽ ആരെ പോലെയാ? ആ 9 പേരെ പോലെ സമൂഹത്തിലേക്ക് ഓടിപ്പോയി, വീട്ടിലേക്ക് ഓടിപ്പോയി, അതെ സാധാരണ ജീവിതത്തിന് വേണ്ടി ഓടുകയാണോ? അതോ ആ ശമരിയക്കാരനെ പോലെ സൗഖ്യമാക്കിയവന്റെ പാദപീഠത്തിൽ വീണ് കിടന്ന് അവന് നന്ദികര പറയുന്നവനാണ്? ഞാൻ വിചാരിക്കുന്നത് യേശുവിന്റെ കാൽപാദമാണ് കേട്ടിട്ടുണ്ട്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, സൗഖ്യമാക്കുന്നവനെ വിടിവെക്കുന്നതിനെ മറന്നു കളയരുത്. നമുക്ക് വയനാട് ദുരന്തമുണ്ടായപ്പോൾ നന്ദികളൊക്കെ കാണാൻ സാധിച്ചു. അവിടെ വളർത്ത നായ്ക്കളെ നന്ദി കണ്ടു. ആ പട്ടികളൊക്കെ ഓടി നടക്കുകയായിരുന്നു. ഉടമസ്ഥന്മാരെ കാണാൻ വേണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ സ്നേഹപ്രകടനമാണ്. തീറ്റി കൊടുത്ത് വളർത്തിയതിന്റെ പ്രകടിപ്പിച്ചു. മരിച്ചുപോയ ശവക്കല്ലറയുടെ ആ തൂണുകൾക്കടുത്ത് മണം പിടിച്ചു പോയി അവിടെ ഇരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന നായ്ക്കളെ ഫോട്ടോകൾ കാണാൻ ഇടയാക്കുന്നത്. മനുഷ്യനത്തിന് നന്ദിയുണ്ടോ? വളർത്തു മൃഗങ്ങൾ കാണിക്കുന്ന നന്ദിയെങ്കിലും ഉടമസ്ഥനോട് കാണിക്കാറുണ്ടോ? ഞാനും നിങ്ങളും ജീവൻ തന്ന് നമ്മെ രക്ഷിച്ച ഉടയവനായിരിക്കുന്ന ദൈവസന്നിധിയിൽ നാം യഥാർത്ഥമായ നന്ദി കനിക്കാറുണ്ടോ? രാത്രി എവിടെ തെറ്റിപ്പോയി എന്നുള്ളത് നാം മനസ്സിലാക്കിയെടുക്കണം. അതേ നാം ബന്ധുക്കുസ്തര ആരാധനക്കാരൻ, നാം ദൈവത്തെ ആരാധിക്കുന്നെന്ന് നാം എപ്പോഴും ചിന്തയുള്ളവരാ. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. യഥാർത്ഥ ആരാധനക്കാരായിരിക്കണം നാം. ഇതാണ് യഥാർത്ഥമായ നന്ദി എന്നുള്ളത്. അവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പാതപീഠത്തെങ്കിൽ കവണ വീണു. അവന് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞപ്പോൾ അവന് ശമരിയക്കാനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നതായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. 10 പേരും മടങ്ങി വരുന്നത്. പക്ഷെ ലഭിച്ച നന്മ കൊണ്ട് സ്ഥലം വിട്ടു. അതെ, അവര് പോയതുകൊണ്ട് ദൈവം അവരെ പിന്നീട് അശുദ്ധരായി കുശോകിയാക്കി മാറ്റിയില്ല. ഈ വിഷയമൊക്കെ തരും കൊട്ടോ കഥ അവരെ എടുത്തോളാൻ പറയും. നന്ദി കൊടുത്താലും കൊടുത്തില്ലേലും ഏത് മടക്കത്തിപ്പൊന്ന് വിചാരിക്കുക. കഥ നന്ദി വരായിട്ട് പോയി ഇവര് 9 പേര് രോഗികളായി തന്നില്ല. മടങ്ങി വന്ന് പിന്നെ യേശു അടുത്ത് കാൽക്കേക്ക് ദൈവം അങ്ങനെ ചെയ്ത് ഭൂമിയൊക്കെ നിനക്ക് കൊണ്ടുപോകാം. അതെവിടെ കൊണ്ടിരാളുള്ളൂ. യേശുവിന്റെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ കഥ പറയുക, നിങ്ങൾ കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ വിശ്വാസം വർദ്ധിപ്പിച്ചാണ് വന്നുള്ളത്. വിശ്വാസം കണ്ടോ? സ്നേഹം കണ്ടോ? നന്ദി കണ്ടോ? അന്യജാതിക്കാരനായിരിക്കുന്ന ശമരിയക്കാരൻ കാണിച്ചത് എന്തിയെ? ഈ യഹൂദൻ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന പേരുള്ള, ദൈവത്തെ സ്തുതിക്കുന്ന പറയുന്ന വിടുതൽ കിട്ടിയവൻ എവിടെ പോയി? അവരെല്ലാം എവിടെ പോയി? രാത്രിയിൽ കേൾക്കുന്ന വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവപാദപീഠങ്ങളിൽ കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി എന്ന് പറയുവാൻ എത്രയെത്ര തീരാത്ത നന്മകൾ. അതെ, നന്ദി ചൊല്ലി തീർത്തിടാൻ കഴിയാതെ പാട്ടുകളൊക്കെ പാടിയത് അവരർത്ഥതലത്തിലാണ്. സ്തോത്രം. അതായത് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധി പറയാൻ കർത്താവേ, ഞാനെന്നായിരിക്കുന്നത്
ഈ നിലപാടിലായിരിക്കുന്നത്, കർത്താവേ നിന്റെ വാക്കിന്റെ ശക്തി കൊണ്ട്, നീ എന്നെ മാറ്റിയത് കൊണ്ട്, നീ എന്നെ സൗഖ്യമാക്കിയത് കൊണ്ട്, നീ എന്നെ വിടുവിച്ചത് കൊണ്ട്, അതെ എന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയത് അങ്ങയുടെ കൃപയാണ്, കൃപയാണ്, കൃപയാണ്. എന്നെ സമൂഹത്തിൽ ഉയർത്തിയത്, ആദരിച്ചത്, വിലയുള്ളതാക്കി തീർത്തതെല്ലാം കർത്താവേ നിന്റെ പ്രവൃത്തി മുഖാന്തരമാണ്. ഒരു നന്ദി കരേറ്റുവാൻ രാത്രിയിൽ ദൈവം നമ്മുടെ ചിന്തകളെ അതിലേക്ക് കൊണ്ടുവരിക. പരാതി പറയുന്ന ജീവിതമാണോ കിട്ടിയിട്ട് കുറഞ്ഞുപോയി ഇനിയും വേണമെന്ന് പറയുന്ന ഒരു അനുഭവമാണോ, അതും കിട്ടിയതിന് നന്ദി കരയേറ്റുന്ന ഒരു അനുഭവമാണോ നമുക്കുള്ളത്? രാത്രിയിൽ എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. എനിക്ക് വേണ്ടതുപോലെ ദൈവത്തിന് നന്ദി കരയേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കൊലോസ്യ ലേഖനവും എഫെസ്യ ലേഖനവും ഒക്കെ വായിച്ച് കാണാതെ വചനങ്ങൾ ഞാൻ ഉരുവിട്ടിട്ടുണ്ട്. നന്ദിയോടായിരിക്കണം എന്നൊക്കെ ഞാൻ കാണാതെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അർത്ഥതലത്തിൽ ദൈവാത്മാവ് എന്നോട് ഇടപെടുകയാണ്. നന്ദിയോടായിരിക്കണമെങ്കിൽ അവന്റെ പാദപീഠത്തിൽ ഒഴുകും. കർത്താവ് അതിനെ കണ്ടു പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, എന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. അവന് ആഗ്രഹമുണ്ട് എന്റെ കുടുംബത്തെ കാണണമെന്ന്, അവന്റെ വീട് കാണണമെന്ന്, ദേശം കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ യേശുവിന്റെ കാൽപാദത്തിൽ വീണിറക്കി. രാത്രി ദൈവം ചില എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നന്ദി പറയുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അതെ, ദൈവം പറഞ്ഞയക്കുന്നതാണ് ശ്രേഷ്ഠകരമായിട്ടുള്ളത്, തനിയെ പോകുന്നതല്ല ഒട്ടോ. അതേ, ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട്, നന്ദി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധന കഴിച്ചുകൊണ്ട് പോകുന്നതാണ് യഥാർത്ഥമായ യാത്ര. നമുക്കറിയാം, യാക്കോബിന് വേണ്ടി റെഡിയായി മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ യാക്കോബ് ഓടിപ്പോവുകയല്ല ചെയ്തത്. പുസ്തകം പഠിച്ച് മനസ്സിലാക്കി. അവൻ വന്ന് ദൈവത്തെ ഒരു ദിവസം രാത്രി താമസിച്ച് ദൈവത്തെ ആരാധിച്ച് അനുവാദം വാങ്ങിയിട്ടാണ് മിസ്രൈമിലേക്ക് പോകുന്നത്. രഥത്തിൽ കയറി പോയില്ല. ഇവിടെ ഈ മനുഷ്യൻ, ഈ യഥാർത്ഥ സൗഖ്യമായി തീർന്നവൻ, നന്ദിയുള്ളവൻ, അന്യജാതിക്കാരൻ, ശമരിയക്കാരൻ, അവന് ലഭിച്ച കാര്യമോർത്തപ്പോൾ അവനെല്ലാം മറന്നവന്റെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി അവനെ സൗഖ്യമാക്കിയ വലിയവനായിരിക്കുന്ന ദൈവത്തെ ഓർക്കുവാനിടയാത്തുന്നു. ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് അവൻ യേശു നാഥ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് വിടുതൽ ഭാവിച്ചെങ്കിൽ അതിനേക്കാൾ വലിയൊരു ശബ്ദം അവിടെ വരുവാനിടയാത്തുന്നു. അത് 10 പേരും കൂടി പറഞ്ഞതിനേക്കാൾ വലിയൊരു ശബ്ദമുണ്ടായി. എന്താണെന്നറിയാമോ? ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അവിടെ അവനെന്ത് ചെയ്തു? അവൻ ദൈവത്തെ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവർ ഒരുമിച്ച് 10 പേര് പറഞ്ഞു വന്നതാണ് യേശു നായക കണവുനമേ. ഒരുമിച്ച് പറഞ്ഞു വന്ന ശബ്ദത്തെക്കാൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, അവന്റെ അകത്ത് ആത്മാവ് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ ഉച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട് മഹത്വപ്പെടുത്തിക്കൊണ്ട്, എങ്ങനെയാ വാക്കുകൾ എന്ന് എനിക്കറിയത്തില്ല, അന്ന് സ്തോത്രം സ്തുതിയും പറഞ്ഞുവെന്ന് എനിക്കറിയത്തില്ല. അവൻ എന്തായാലും ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട്, അവൻ അറിയാവുന്ന ഭാഷയിൽ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് അവൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്ന് കിടപ്പാടിയത്. എത്ര ശ്രേഷ്ഠകരമായ അനുഭവമായിരുന്നു അന്ന് അവനുണ്ടായത്. കർത്താവിന് അവന്റെ ഹൃദയത്തിന് ആഗ്രഹങ്ങൾ അറിഞ്ഞ് കർത്താവിന് എഴുന്നേക്കാൻ പറഞ്ഞു. ഇപ്പോ നന്ദി കരയേറ്റി നീ പോകേണ്ട സ്ഥലത്ത് പൊയ്ക്കോളാൻ പറഞ്ഞ് യേശു അവനെ അയക്കുവാനിടയാത്ത്. അവൻ പോയപ്പോൾ അവൻ ഒരിക്കലും മറന്നു കളയത്തില്ല. അവനെപ്പോഴും അവന്റെ ശരീരം നോക്കുമ്പോൾ അവന് പറയാൻ കഴിയും, എന്നെ സൗഖ്യമാക്കിയത് എന്റെ യേശുവാണ്. രാത്രിയിൽ
മാനിച്ചത് കർത്താവേ അങ്ങയോട് കരുണ തോന്നിയത് കൊണ്ടാണ്. അതുകൊണ്ട് നന്ദിയുള്ള സ്തോത്രം പറയുന്നവരാ. സ്തോത്രം പറയിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ഹൃദയത്തിൽ നിന്ന് നന്ദി കർത്താവെ വിളിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് സ്തോത്രം പറയുന്നവനെ അറിയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി അങ്ങേക്ക് നന്ദി കർത്താവെ, അങ്ങേക്ക് നന്ദി. എന്നെ എത്രത്തോളം നിർത്തിയതിന് നന്ദി കർത്താവിന്റെ കുടുംബത്തെ എത്രത്തോളം കൊണ്ടുവന്നതിന് നന്ദി, എന്റെ തലമുറ എത്രത്തോളം കൊണ്ടുവന്നതിന് നന്ദി കർത്താവെ. നന്ദി കർത്താവെ, നന്ദി. എന്നെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി നന്ദി. എനിക്ക് വേണ്ടിയിരിക്കുന്ന സർവ്വനന്മകൾക്കായി നന്ദി എന്ന് പറയുവാൻ നന്ദി നാഥ, നന്ദി 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 അതീതമായി സ്തോത്രം പറയുന്ന അതീതമായി ദൈവത്തിനർത്ഥമായി ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ദൈവം ചെയ്ത് വിടൽ അറിയിച്ചുകൊണ്ട് ഉച്ചത്തിൽ അവൻ ചെയ്തതുപോലെ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എന്റെ ദൈവമേ, എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി എന്നെ നിലനിർത്തിയ ഞാൻ നിങ്ങളും വാടക വീട്ടിലും മറ്റുള്ള പല സ്ഥലങ്ങളുമായിട്ടുള്ളതായി ഒന്നുമില്ലാത്തൊരവസ്ഥയോടെ കടന്നുപോകട്ടെ. ഇല്ലായ്മകളോടെ കടന്നുപോയപ്പോൾ എങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു മുമ്പോട്ട് പോയപ്പോൾ ദൈവം കൈവിടാതെ പിടിച്ചുകൊണ്ടുവന്ന ദൈവസ്നേഹത്തിൽ നന്ദി പറയാം. ഈ രോഗം എങ്ങനെ മാറും, എന്റെ വേദന എങ്ങനെ മാറുമെന്ന് വിചാരിച്ച് ദൈവം മാറ്റിനെ ഓർത്തിന്റെ രാത്രി നന്ദി കരയില്ല. എനിക്ക് തുറന്ന് പ്രസംഗിക്കണമെന്നില്ല, കാരണം നമുക്ക് നന്ദി കരയറ്റുവാൻ നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഒന്ന് ഓർപ്പിച്ച് പോയെങ്കിൽ മാത്രമേ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ നന്ദി കരയറ്റുവാൻ 10 പേരിൽ 9 പേരും അടങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിവസങ്ങളിൽ കൂടി വരുന്ന എല്ലാവരും ഒരുപക്ഷെ ദൈവത്തിന് നന്ദി കരയറ്റുന്നില്ലെങ്കിലും ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ, പാടുവാൻ ഈ രാത്രികാലം ദൈവാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കുവാൻ ഞാൻ ആത്മാവിൽ ഉത്ബോധിപ്പിക്കുക. മറ്റ് ചില ഭാഗങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. ഈ യഥാർത്ഥമായിട്ടുള്ള ഈ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തവർ മോക്ഷത്തിൽ മോക്ഷത്വമുള്ളവരാണ്. മോശന്മാരാണ് ഈ പ്രകാശിപ്പിക്കേണ്ട നന്ദി പ്രകാശിപ്പിക്കാൻ കിട്ടിയതോട് പോകുന്നവർ. എന്നാൽ അറിയാവുന്നവര് അവരൊരിക്കലും അറിയേണ്ടവന് അല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന പറയും. ചോമയുടെ പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യം കൂടി വായിച്ചിട്ട് അസംബന്ധമായ ചില വിഷയങ്ങൾ കൂടി ചിന്തിക്കാൻ പോവുകയാണ്. 21 ചോമയുടെ പുസ്തകം അതിന്റെ 25-ാം അധ്യായം 23-ാം വാക്യം വായിച്ച് ആ ചരിത്ര പശ്ചാത്തലം കൂടി വിശദമാക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിന്റെ 23-ാം വാക്യം, അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ആ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പശ്ചാത്തലം പറയാം. യഥാർത്ഥമായിരിക്കുന്ന നന്ദി പ്രകാശിപ്പിക്കാൻ ദാവീദ് ഈ അബിഗയിൽ വിവേകമുള്ളതായിരുന്നു, തിരിച്ചുള്ളതായിരുന്നു. വിവേകമുണ്ടെങ്കിലേ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയും. ദൈവത്തോട് മനുഷ്യൻ അല്ലെങ്കിൽ മറന്നു പോകും, അല്ലെങ്കിൽ വിട്ടുകളയും. അബിഗയിലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ നമുക്കറിയാമെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോകാമല്ലോ. അവളെന്ത് ചെയ്തു? നന്ദി കാണിച്ചു. ഈ ദാവീദിന്റെ ഇല്ലായ്മയുടെ കാലഘട്ടമാണ്. ആ സമയത്ത് സഹായിക്കും എന്നുള്ള രീതിയിലുള്ളവരുടെ അടുത്തൊക്കെ ചിലപ്പോൾ വിളിക്കും, ഫോണൊക്കെ വിളിക്കും. എന്നെ ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ, തിരിച്ച് ഉപകാരമൊക്കെ ചെയ്യുന്ന രീതിയിലായിരിക്കും വിളിക്കുന്നത്. പക്ഷേ അന്നേരം
ഈ ഉപകാരമൊക്കെ മറന്നു പോകുന്ന പലരും അതാണ് സംഭവിച്ചത്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. 25-ാം അധ്യായത്തില് വേഗത്തിൽ വായിക്കാം. ശമൂവേൽ മരിച്ചു. ഇസ്രായേൽ ഒക്കെയും ഒരുമിച്ച് കൂടി അവനെ കുറിച്ച് വിലപിച്ചു. രാമയിൽ ഒരു വീടിൻ അരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ ചെന്ന് പാർത്തു. അതുവരെയും ദാവീദിന് ആശ്രയമായിട്ടുണ്ടായിരുന്ന ഓടിച്ചില്ലെന്ന്, പ്രശ്നം വരുമ്പോൾ ഓടിച്ചില്ലെന്ന് ശമൂവേലിന്റെ അടുത്തേക്കായിരുന്നു. ഒരുമിച്ച് താമസിച്ചു. പിന്നീട് പ്രശ്നമുണ്ടായപ്പോൾ അവിടെ ഓടിപ്പോയി. ഈ ശമൂവേൽ പ്രവാചകനുമായിട്ടൊരു വലിയ ബന്ധം ഈ ദാവീദിനുണ്ടായിരുന്നു. കാരണം ദാവീദിനെ അഭിഷേകം ചെയ്തത് ശമൂവേലായിരുന്നു. ശമൂവേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. അവിടെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് അവരോടുകൂടെയുള്ള 600 പേരുമായിട്ട് അവിടെ താമസിക്കും. അപ്പോൾ അന്ന് ഈ പാരാൻ മരുഭൂമിയിൽ താമസിക്കുമ്പോൾ ഭക്ഷണത്തിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ. എന്നാൽ യഹോവ നല്ല ഇടയനായതുകൊണ്ട് ദാവീദും കൂട്ടരും പട്ടിണി കിടന്ന് മരിച്ചില്ല. പിന്നീട് 21 സംഗീതത്തിനൊക്കെ പാടിയത് അതുകൊണ്ടാണ്. യഹോവ എന്റെ ഇടയനാണെന്ന് എനിക്ക് മുട്ടുണ്ടാക്കി. മുട്ടുവരുത്തുമെന്ന രീതിയിൽ ശത്രു നന്മകൾ മർപ്പിക്കാൻ ശ്രമിച്ചാലും, നീ ചോദിക്ക തരത്തില്ലെന്ന് വിചാരിച്ചാലും, എവിടുന്ന് മുടക്കുന്നുവോ അവിടുന്ന് കൊണ്ടുവന്ന് എന്നെ ആദരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. മുടക്കുന്ന സ്ഥലം കാണും, തരത്തില്ലെന്ന് പറയും. പക്ഷേ എവിടെ മുടക്കപ്പെട്ടോ അവിടുന്ന് തന്നെ നിന്റെ മുമ്പിൽ മുട്ടുമടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം പാടുന്നതല്ല, അവൻ പാടുന്നതിന്റെ പിൻപിൽ രഹസ്യങ്ങളുണ്ട്. അല്ലെ, രഹസ്യമുണ്ട്. നിന്നിച്ച വിട്ടത്, പക്ഷെ വന്നിച്ച് കൊടുത്തു. ദൈവപ്രവൃത്തിയല്ല. ദൈവത്തെ ആരാധിക്കുന്ന വെറുതെയല്ല. ദൈവത്തിന് പിന്നാലെ പോകുന്നത് കൊണ്ട് നഷ്ടമരത്തിൽ പൊട്ടോ, നിന്ദിക്കപ്പെട്ടാലും, തരത്തിലെന്ന് പറഞ്ഞയച്ചാലും പേടിക്കൊന്നും വേണ്ട, നീ ഭാരപ്പെടേണ്ട. നിനക്ക് നന്മ ചെയ്യുന്നവൻ, എനിക്ക് നന്മ ചെയ്യുന്നവൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഈ കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മാമൂന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു, വലിയ ധനവാനായിരുന്നു. അപ്പോ ഈ ധനവാനായതിന്റെ അടുത്ത് മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടായിരുന്നു. ഈ വലിയ ധനവാന്മാരെ ഒന്നും കൊടുക്കത്തില്ല. കാരണം അവർക്ക് ഈ ചോദിച്ചു വരുന്നവരെയൊക്കെ പുച്ഛമാണ്. അവർക്കത് വലിയ കാര്യമല്ല. വലിയ ധനവാനാണ്. അപ്പോ ഈ ധനവാനായതുകൊണ്ട് ഇവന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ആടുകളെ രോമം കത്തിരിക്കുന്നതായതുകൊണ്ട് ഇവന്റെ ആട്ടിടയന്മാർക്ക് കാവൽ നിൽക്കുകയും ഇവരെ സംരക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ചോദിക്കാൻ ഉള്ള വഴി ഉള്ളത് കൊണ്ടാണ് ദാവീദ് 10 ബാല്യക്കാരെ ഈ വലിയ ആഘോഷം നടക്കുന്ന, രോമം കത്തിരിക്കുന്ന വലിയ ആഘോഷം നടക്കുന്ന വീട്ടിലേക്ക് അയച്ചത്. ഞാൻ വെറുതെ അയച്ചതല്ല, അവിടെ ഭക്ഷണം തരണമെന്ന് യാചിച്ചയച്ചതല്ല. അതിനുള്ള കാരണമുണ്ട്, ഇവിടെ ചോദിക്കാൻ കാരണമുണ്ട്. അതിന് നൽകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ഭവനമാണ് ദാവീദിന്. അങ്ങനെ ദാവീദ് അവന് നാബാൽ എന്നും അവന്റെ ഭാര്യയ്ക്ക് അബിഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും, അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു. ദാവീദ് 10 ബാല്യക്കാരെ അയച്ചു. ഇവിടെ ഈ 10 ബാല്യക്കാരെ ദാവീദ് അയച്ചു. അവൻ കേട്ടു ഇങ്ങനെ അവന്റെ ഈ മാവുന്യനായിരിക്കുന്ന നാബാലിന്റെ ആട്ടിടയന്മാർ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉടമസ്ഥൻ വലിയ ധനികനാണ്, അവന്റെ ആടിന്റെ രോമം കത്തിരിക്കുന്ന ദിവസമാണ്, അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞവര് ആടുകളൊക്കെ ആയിട്ട് പോരുന്ന സമയം അതായത് വിചാരിച്ചു ഇവര് ഒരുമിച്ച് ആയിരുന്നല്ലോ, ഒരു സഹായം കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടി 10 ബാല്യക്കാരെ പറഞ്ഞയച്ചു. വളരെ നല്ല രീതിയിലുള്ള വാക്കുകളുമായിട്ടാണ് അവിടെ അടുത്തേക്ക് അയച്ചത്.
എന്റെ പേരിൽ ചെന്ന് വന്ദനം ചൊല്ലി പറയണം, നന്നായിരിക്കട്ടെ, നിനക്കും നിന്റെ ഭവനത്തിനും നന്നായി ഇരിക്കട്ടെ, നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ, നിനക്ക് ആടുകളെ രോമൊക്കെ പിടിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഇങ്ങനെ നന്നായിരിക്കുന്ന അവൻ പറയുന്നത് നിനക്ക് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അഭിസംബോധന ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ചെന്ന് പെട്ടെന്ന് ചോദിക്കരുത്, അതിനൊരു മാതൃകയുണ്ട്, ആ രീതിയിൽ ചെന്ന് ചോദിക്കാൻ വേണ്ടി അവരെ പറഞ്ഞു കൊടുക്കുക. എന്റെ പേരിൽ അവര് വന്ദനം ചൊല്ലണം, വന്ദനം ചൊല്ലുന്നത് ഇതായിരിക്കണം, നന്നായിരിക്കട്ടെ, നിനക്കും നിന്റെ ഭവനത്തിൽ നന്നായിരിക്കട്ടെ, നിനക്കുള്ള സ്ഥലം നന്നായിരിക്കട്ടെ, നിനക്ക് എന്ന് പറഞ്ഞ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത നന്ദിയുള്ളവരുടെ പ്രത്യേകത മറ്റുള്ളവർക്ക് നന്നായിരിക്കട്ടെ എന്നുള്ളത് അവരുടെ ആഗ്രഹം. നന്നായിരിക്കട്ടെ എന്ന് പോയി പറയാൻ പറ്റും, നന്നായിരിക്കട്ടെ പറഞ്ഞു. അപ്പൊ വെറുതെ ചെന്ന് ഞങ്ങൾ ഇതിന്റെ ആടിനെ നോക്കിയെന്നാൽ ആദ്യം പോയി വന്ദനം ചൊല്ലണം, എന്നിട്ട് പറയണം, നിന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിൽ ഇരുന്ന കാലത്തൊക്കെയും അവർക്കൊന്നും കാണാതെ പോയതുമില്ല. നിന്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവരും നിന്നോട് പറയും. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയ തോന്നണം, നല്ല നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. ലഭിക്കും, അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഇല്ലാത്തൊരു സമയത്തല്ല 10 ബാല്യക്കാരെ അയച്ചത്, ഉള്ള സമയത്താണ്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാലെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഉള്ളയാള് മഹാധനികനാണെങ്കിൽ തരത്തില്ല. കഷ്ടത അറിയാവുന്നവനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധി ഉള്ളവനെ മറ്റുള്ളവരുടെ പ്രതിസന്ധികളെ എത്തിച്ചേരാൻ കഴിയുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു. ദാവീദ് പറഞ്ഞു വിട്ടത്, നല്ല നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഇന്ന് ഇവിടെ അടിയന്തരമാണല്ലോ, ഞങ്ങൾക്ക് അതിന് യോഗ്യതയുള്ളവരാ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആട്ടിടേരാ, ഞങ്ങളെ കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലി. ഞാൻ മുഴുവൻ പറഞ്ഞു ഒരുപാട് സമ്പടം, അതുകൊണ്ട് വേഗത്തിൽ പോകാം. നിന്റെ കയ്യിൽ വരുന്നത് ഞാൻ അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരണമേ എന്ന് അവനോട് പറഞ്ഞു. ഒരു പിതാവിന്റെ അടുത്ത് പുത്രൻ ചോദിക്കുന്ന വാത്സല്യത്തോടെയാണ് ദാവീദ് ഈ നാബാലിന്റെ അടുത്ത് ഈ ബാല്യക്കാരെ അയച്ചത്. ആലോചിച്ച് നോക്കണം. ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധത്തിലാണ് പറഞ്ഞത്, നിന്റെ മകൻ ആയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ബാല്യക്കാരെ വിടുമ്പോൾ അത് പറയുകയാണ്, നിന്റെ മകനായ ദാവീദിനും തരണമേ എന്ന് അവർ പറഞ്ഞു. സായഗോത്രക്കാരാണല്ലോ, മാവോന്യനാണെങ്കിലും സായഗോത്രക്കാരാണ്. അപ്പൊ അവന് പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഒക്കെ അത് പറയുക, ഞാൻ നിന്റെ മകനാണെന്നുള്ള രീതിയിൽ ആ സ്നേഹത്തോടെയാണ് അവരെ അയച്ചത്. അപ്പോൾ ഇത് കേട്ടത് നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദ് ആര്? ഇശായുടെ മകൻ ആര്? യജമാനന്മാരെ വിട്ട് പൊയ്ക്കളയുന്ന ദാസന്മാർ ഈ കാലത്ത് വളരെയുണ്ട്. നിനക്ക് ദാവീദിനെ അറിയത്തില്ല, പക്ഷെ നിന്റെ വീട്ടിൽ ഒരുത്തി ഉണ്ട് ദാവീദ് ആരാണെന്ന് അറിയുന്നത്. ഒരേ കുടുംബമാണ്, ഒരേ പശ്ചാത്തലമാണ്. ദാവീദ് ശൗര്യമായിട്ടുള്ള വിഷയമൊക്കെ അറിയാം. ഇവൻ പറയുക, ഈ യജമാനന്മാരെ വിട്ട് പോയി കളയുന്ന ഒരു ഭൃത്യനായിട്ടാണ് ദാവീദിനെ നാബാൽ കണ്ടത്. എന്നാൽ അതേ ഭവനത്തിലുണ്ടായിരുന്ന അബിഗയിൽ ദാവീദിനെ കണ്ടത് അങ്ങനെയായിരുന്നില്ല. അവൾ കണ്ടത് ദൈവഭൃത്യനായിട്ടാണ് കണ്ടത്, ദൈവത്തിന്റെ ദാസനായിട്ടാണ് കണ്ടത്. കാഴ്ചപ്പാടുള്ള വ്യത്യാസം. ബഹുമാനിക്കണം, ആരാണെന്ന് തിരിച്ചറിയണം, എങ്കിൽ മാത്രമേ ബഹുമാനിക്കാൻ കഴിയത്തു. അലിസാൻഡി പറഞ്ഞല്ലോ, ആദ്യം നീ ആരാകുന്നു കർത്താവേ എന്നാണ് ശൗല് ചോദിച്ചു തുടങ്ങി. യേശു ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ദൈവപാദപീഠത്തിൽ സാഷ്ടാംഗം വീണ് നന്ദി പറയുന്നവരായിരുന്നു.
അപ്പോൾ ഈ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിന് അല്ലെങ്കിൽ കൊടുക്കേണ്ടവർക്ക് മഹത്വം കൊടുക്കാത്തത്. നമ്മൾ നിസ്സാരമായി കാണുമ്പോൾ എത്ര ഉപകാരം ചെയ്താലും ഒരു നന്ദിയുടെ വാക്ക് പോലും പറയത്തില്ല. എന്താ സംഭവിച്ചു? ദാവീദിൽ നിസ്സാരണക്കാരനായിട്ട് നാബാല് കണ്ടു. എന്നാൽ അബിഗയിൽ കണ്ടത്, ദാവീദിൽ കണ്ടത് ദൈവത്തിന്റെ അഭിഷിക്തനായിട്ടാ കണ്ടത്. അതുകൊണ്ടാണ് 25-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 32 മുതൽ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ എതിരേൽപ്പാൻ നിന്നെ നയിച്ചിരിക്കുന്ന സാരഥിയുമായ യഹോവയ്ക്ക് സ്തോത്രം. എന്റെ വിവേകവും അതിന്റെ ഇവിടെ മോൾ പറയുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറയുന്നുണ്ട്. അതിന്റെ 20-ാമത്തെ വാക്യം: അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ ആ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. കണ്ടോ? 25-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഒരു വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നവർ, കാഴ്ചപ്പാട് വ്യത്യസ്തം. നാബാലിന്റെ മോക്ഷത്വ മുഖാന്തരമായി അവനെ തിന്നുകുടിച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള എന്തോ ധാരണയുണ്ട്, പക്ഷെ അത് യഥാർത്ഥമായി തിരിച്ചറിയത്തില്ല. എന്നാൽ വിവേകമുള്ളവൾക്ക് ദാവീദാരാണെന്ന് അറിയാമായിരുന്നു. അവിടെ പറയുകയാണ്, യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ അങ്ങ് നടത്തുന്ന യജമാനൻ നടത്തുന്നത്. പറയാണ്, യഹോവ യജമാനന് സ്ഥിരമായ ഒരു ഭവനം പണി. 2 ശമൂവേൽ 7-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനോട് പറയുന്നെങ്കിൽ അതിനു മുമ്പ് ഈ വിവേകമുള്ള പരിജ്ഞാനമുള്ള ഈ അബിഗയിൽ ദാവീദിന്റെ ഗ്രഹത്തെ കണ്ടിരുന്നു. ദാവീദിന്റെ ഗ്രഹത്തെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിന്നെ ആ ഗ്രഹത്തിൽ കൊണ്ടുവരേണ്ടത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മനസ്സിലായോ? ദാവീദിന്റെ ഗ്രഹത്തെ കുറിച്ച് നാബാലിന് അറിയത്തില്ലായിരുന്നു. ഭാവിയിൽ ആരായി തീരുമെന്നുള്ള വലിയ കാഴ്ചപ്പാട് ഈ അബിഗയിലിന് അവിടെ നിന്നിട്ട് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുടെ ഉള്ളിൽ പകർന്നു കൊടുത്ത് ചിന്തിപ്പിക്കാനിടയത്തുന്നു, മനസ്സിലാക്കി കൊടുക്കാനിടയത്തുന്നു. നമുക്കത് അറിയാമായിരുന്നു. ദാവീദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശൗല് ഓടിച്ച് കൊല്ലാൻ വേണ്ടി ഓടി നടന്നപ്പോൾ മറ്റൊന്നുമല്ല, ശൗൽ 1000-ത്തെ കൊന്നു, ദാവീദ് 10,000-ത്തെ കൊന്നു എന്നുള്ള ഗാനപ്രതിഗാനം കേട്ട അസൂയ കൊണ്ടാണ് ശൗല് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടിക്കുന്നുള്ള കാര്യം അബിഗയിലിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർക്കറിയാമായിരുന്നു, ഇവൻ അഭിഷിക്തനാ, ഇവന്റെ ഭവനം നിലനിൽക്കും. രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ ഭവനം നിലനിൽക്കും. അവൻ പണിയുന്ന ഭവനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് ബന്ധിപ്പിച്ച് പഠിപ്പിക്കാൻ പോകുകയാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുന്ന ഭവനത്തെ കുറിച്ച്, യേശുവിന്റെ ഭവനത്തെ കുറിച്ച് യഥാർത്ഥമായ കാഴ്ചപ്പാടുണ്ടെങ്കിലേ എനിക്കും നിങ്ങൾക്കും അവനെ നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. അത് ഈ അബിഗയിലുണ്ടായിരുന്നു. ഒരേ ഗോത്രക്കാർ, ഒരേ ഭവനത്തിലുള്ളവരാണ്, കാഴ്ചപ്പാട് വ്യത്യാസം. ദൂത് മനസ്സിലാണ്. ഞാൻ അധികം ഇതേക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, സംസാരിച്ചു പോകണമെങ്കിൽ രാത്രി മുഴുവൻ സംസാരിച്ചാലും ഈ വിഷയം തീരത്തില്ല. അപ്പോൾ ഈ അബിഗയിലിനെ ആര് പറഞ്ഞു കൊടുത്തതാ? അവിടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ, അന്ന് നടന്ന സംഭവങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ദാവീദാരാണെന്നുള്ള കാഴ്ചപ്പാട് അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ നാബാല് 10 പേരെ ഒന്നുമില്ലാത്തവരായിട്ട് മടക്കി അയച്ചപ്പോൾ, അതിന് യോഗ്യരാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദാവീദ് ഇവിടുന്ന് 400 പേരുമായിട്ട് അങ്ങോട്ട് കടന്നു പോകുകയാ. വാളരയ്ക്ക് കിട്ടി. ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പായി നാബാലിന്റെ കുടുംബത്തോളം ഒറ്റയൊന്നും പോലും കാണത്തില്ല എന്നുള്ള രീതിയിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടി കടന്നു പോവുകയാണ്. നന്ദി പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ ചെയ്ത നന്മയ്ക്ക് തിന്മ പകരം ചെയ്താൽ വാളുകൊണ്ട് പ്രതികാരം ചെയ്യുവാൻ കഴിയും. പക്ഷെ ദൈവം തടയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് വേണമെങ്കിൽ 10 സൗഖ്യമായ ശുദ്ധരായി തീർന്ന
കുഷ്ഠരോഗികളെയും നന്ദി പറയാതെ പോയപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അവരെ അശുദ്ധരാക്കി അവന്റെ പാതപെടുത്തി കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. ഇവിടെയും ദൈവം എന്ത് ചെയ്തു? അങ്ങനെ ഒരു പ്രതികാരം ചെയ്യാൻ സമ്മതിക്കാതെ ആ വീടിന് രക്ഷ വരുത്തുവാനിടയായി തന്നു. കാരണം വിവേകത്തോടെ അവൾ പ്രവർത്തിച്ചതുകൊണ്ട്, അബിഗയിലിന് കാഴ്ചപ്പാടുള്ളതുകൊണ്ട്. ദിവസങ്ങളിൽ കാഴ്ചപ്പാടുള്ള ഒരൊറ്റ വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കുടുംബങ്ങൾക്ക് മാറ്റമുണ്ടാകും, അത് വ്യത്യാസമുണ്ടാകുമെന്ന് ഞാൻ ഭാവിതോട് അറിയിക്കുക. അവർക്ക് ദാവീദിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇവര് മടങ്ങിപ്പോയപ്പോൾ ദാവീദ് 400 പേരോട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ബാല്യക്കാർ പോയപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാ പോയത്. കൂട്ടുകാരായിരുന്നല്ലോ, ഒരുമിച്ചാട് വഹിച്ചവരായിരുന്നു. ആ ബാല്യക്കാരോട് പറഞ്ഞു, അവന്റെ നാബാലിന്റെ ഭക്തന്മാർ പറഞ്ഞു, ഇന്ന് കാര്യം പിടിയിട്ടും മനസ്സിലാക്കിക്കോ, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിച്ചാ വിട്ടത്, പക്ഷേ അതിന് പ്രതികാരം ചെയ്യാൻ കഴിവുള്ളവനാണ് ദാവീദ് എന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ടാണ് ഈ ബാല്യക്കാര് അവർക്ക് മനസ്സിലായി, തല പോകുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് വേഗത്തിൽ തന്നെ 15-ാം വാക്യത്തിൽ 14-ാം വാക്യത്തില് എന്നാൽ ബാല്യക്കാരിൽ ഒരുത്തൻ നാബാലിന്റെ ഭാര്യയായ അബിഗയിലിനോട് പറഞ്ഞെന്നാൽ, ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു, അവനോ അവരെ ശകാരിച്ചയച്ചു. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരം ഉള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊക്കെയും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല, ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോട് കൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ യജമാനനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. ഈ ബാല്യക്കാരൻ ചെന്ന് ബുദ്ധിമതിയായിരിക്കുന്ന വിവേകമുള്ള അബിഗയിലിനോട് പറഞ്ഞു, ഈ 10 പേര് ഇപ്പൊ ഇവിടുന്ന് ഒരു വിഷമിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടാ പോയത്, ഞങ്ങളെ അയച്ച ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ നായകൻ ദാവീദ് സാധാരണക്കാരനല്ല. ഞങ്ങൾ വെറും കൈയോടെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവനറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് ഈ ബാല്യക്കാരൻ പറഞ്ഞു. കാരണം ഇവര് നല്ല പരിചയവും പറയുക, രാവും പകലും മതിലായി സംരക്ഷിച്ചവരാണ് ദാവീദിന്റെ ബാല്യക്കാരൻ. ഇവര് അങ്ങോട്ട് പോയിരിക്കുന്ന ദാവീദ് പറയാൻ പോയിട്ടുള്ളതെങ്കിൽ നിശ്ചയമായിട്ടും യജമാനത്തി ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് ആലോചിച്ച് കാര്യം ചെയ്യണമെന്ന് ഈ ബാല്യക്കാരൻ ചെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സിലായി, ദാവീദിനെ നോടാണ് തിന്മ പ്രവർത്തിച്ചെങ്കിൽ, നന്മയ്ക്ക് പകരം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം വരും എന്നുള്ളത് മനസ്സിലായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൾ വേഗത്തിൽ ചെയ്തത് എല്ലാം മറന്നു. അവിടെ നടക്കുന്ന സകല കാര്യങ്ങളെയും മറന്നിട്ട് അവൾ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ, അവന് എന്നിട്ട് പറഞ്ഞു, ഈ നാബാലിന് ദുസ്വഭാവമുള്ളത് കൊണ്ട് ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒന്നും പറഞ്ഞാൽ ആര് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർ ദുസ്വഭാവമുള്ളവരാ. ചിലരോട് എന്ത് പറഞ്ഞാലും അവർക്ക് ആ ദുസ്വഭാവമുള്ളതൊക്കെ അവർ കേൾക്കത്തില്ല. നല്ലത് പറഞ്ഞാലും കേൾക്കത്തില്ല. അവരുടെ രീതി. ഇപ്പൊ നാബാൽ അങ്ങനെയുള്ളവരായിരുന്നു, ബോക്ഷത്തമുള്ളവരായിരുന്നു, ദുസ്വഭാവമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരിക്കൊലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുകയും ഞാനിതാ പിന്നാലെ വരുന്നെന്ന് പറഞ്ഞു തന്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ല. വേഗത്തിൽ തന്നെ ചോദിച്ചത് കുറച്ച് സാധനം ചോദിച്ചു. അപ്പോൾ ഈ ബാല്യക്കാരെ നിസ്സാരക്കാരെ പറഞ്ഞയച്ചു. അതിന്റെ അർത്ഥം ദാവീദ് പറഞ്ഞു വിട്ടതാ. അവന്റെ പേരിലാ പറഞ്ഞത്, ബാല്യക്കാരല്ല വന്നത്, ദാവീദിന്റെ പേരിലാ പറഞ്ഞത്. ഇവിടെ ചെറുതാക്കിയത് ബാല്യക്കാരെയല്ല ദാവീദിനെ, നാബാല് കൊച്ചാക്കിയതും ദാവീദിനെയാ. അവൻ എനിക്കറിയത്തില്ലെന്നാ പറഞ്ഞത്. നിനക്കറിയത്തില്ലെങ്കിൽ നീ ആരാണെന്ന് അറിയിക്കാൻ കഴിവുള്ളവനാ ദാവീദ്. ഇന്ന് രാത്രിയിൽ
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ പലർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷേ ക്രിസ്തുവിനെ അറിയിക്കേണ്ട പോലെ അറിയിക്കണമെങ്കിൽ അവൻ അറിയിക്കാൻ ശക്തനാണ്. പക്ഷേ അവൻ സ്നേഹത്തിന്റെ ദൈവമായതുകൊണ്ട്, അവൻ വാളെടുക്കുവാൻ സമ്മതിക്കാത്തത് കൊണ്ട്, അവൻ 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 പലപ്പോഴും പലതും കണ്ട് മൗനമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല വീടുകളും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പിതാവിത് ഇവിടെ അവൻ ഇങ്ങോട്ട് പ്രതികാരം ചെയ്യാൻ വരുമ്പോൾ മറുഭാഗത്ത് വിവേകവതിയായിരിക്കുന്ന അബിഗയിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളുമായിട്ട് ചോദിച്ചതിനേക്കാൾ ചിന്തിച്ചതിനേക്കാൾ അധികമായ സാധനങ്ങളുമായി ദാവീദിനെ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ദാവീദിനെ കണ്ടപ്പോൾ അവന് 22 വാക്യം, അവനുള്ള സകലത്തിലും പുരുഷപ്രജയായി ഒന്നിനെയും എങ്കിലും പുലരും വരെ ഞാൻ ജീവനോട് വെച്ചേച്ചാൽ ദൈവം ദാവീദ്. അപ്പൊ ഇങ്ങനെയുള്ള ശബ്ദത്തോടു കൂടിയാണ് ദാവീദ് വരുന്നത്. പുരുഷപ്രജയെല്ലാം കൊന്നുകളയുന്നുള്ള രീതിയിലാണ് ദാവീദ് വരുന്നത്. അവനുള്ളത് മുഴുവൻ കൊന്നുകളഞ്ഞ് പിടിച്ചെടുക്കാനുള്ള കഴിവ് ദാവീദിനും കൂട്ടർക്കുമുണ്ട്. എന്നാൽ ഇങ്ങനെ തീരുമാനത്തോടെ വരുന്ന ദാവീദിന്റെ മുമ്പിൽ അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്നിറങ്ങി അവൾ ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അതാണ് നന്ദി പ്രകാശിപ്പിച്ചത്. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അബിഗയിൽ അറിയാമായിരുന്നു ദാവീദിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന്. അതവനെ കണ്ടപ്പോൾ തന്നെ അവൾ നിറങ്ങി സാഷ്ടാംഗം നമസ്കരിപ്പാൻ എത്തുന്നു. എന്നിട്ട് അവന്റെ കാലത്തിൽ വീണു, യജമാനനെ കുറ്റം എന്റെ മേലിരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ, അവൻ തന്റെ പേർ പോലെ തന്നെ ആകുന്നു. നാബാൽ എന്നല്ലോ അവന്റെ പേർ, മോക്ഷത്വമത്രേ അവന്റെ പക്കലുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൾ അറിഞ്ഞില്ലെന്നും അത് കേൾക്കണമെന്നും, എന്നിട്ട് ദാവീദിനെ കുറിച്ച് അവൾക്കറിയാവുന്ന ആത്മാവിന്റെ കാഴ്ചപ്പാടിൽ ഉള്ള തൂത് കൂടി അവൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാം മാറും, ഇന്നത്തെ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിന്റെ അവസ്ഥയ്ക്ക് ദാവീദേ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നീ ഓടി നടക്കുന്നത് അതെ ഒരു വാസ്തവത്തിൽ ശൗൽ നിന്നെ കൊല്ലാൻ വേണ്ടി ഓടി നടക്കുന്ന ഞങ്ങൾക്കറിയാം. പക്ഷേ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിന്റെ ഗ്രഹം പണിയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറയുകയാണ്, ആയുഷ്കാലത്ത് വയ്ക്കുകയും നിന്നിൽ ഒരു ദോഷവും കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവകാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ കവണിയുടെ തടത്തിൽ നിന്നെന്ന പോലെ എറിഞ്ഞു കളയും. എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രായേലിൽ പ്രഭുവാക്കി വെക്കുമ്പോൾ അകാരണമായ രക്തം ചിന്നുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും ദോഷവും മനോവദനവും വരുവാനുണ്ടാകുകയില്ല. എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ പറഞ്ഞു, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുകയാണ്. നീ ഇന്ന് ഒരുപക്ഷെ നിന്നെ നിസ്സാരനാക്കി നാം വിട്ടാൽ, എന്റെ ഭർത്താവ് വിട്ടാൽ, നീ അങ്ങനെ നിസ്സാരക്കാരനല്ല, എനിക്കറിയാം. നിനക്ക് വേണ്ടി ദൈവം ഒരു കിഴക്കം പണിയുന്നുണ്ട്. നീ പ്രഭുവായി മാറും. ആ സമയത്ത് എന്നെ കൂടി ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞു. ഇതല്ലേ കാൽവറിയിൽ യേശുവോട് ക്രൂശിക്കപ്പെട്ട ആ വ്യക്തിയും യേശുവോടെ കണ്ടപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല, ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവന് കാര്യങ്ങൾ മനസ്സിലായി. നന്ദി പറയേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ നന്ദി പ്രകാശിപ്പിക്കേണ്ട ദൈവമാണ് സാക്ഷാൽ യേശുവെന്നും അവനാണ് കൂടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ സന്ദർഭത്തെ ശരിക്കും മനസ്സിലാക്കിയെടുത്ത് അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. അതേ രീതിയിൽ പറയുക, നീ രാജ്യത്വം നീ പ്രഭുവാകും, അങ്ങനെ നന്മ ചെയ്യുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറയാൻ കഴിയാത്തത്. അങ്ങനെ പറഞ്ഞ് ദാവീദ് അവളുടെ വാക്കുകളിൽ കേട്ടപ്പോൾ, അവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന കണ്ടപ്പോൾ ദാവീദ് മനസ്സിലായി, ഹൃദയത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, ദാവീദ് അവളോട്
അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട് സമാധാനത്തോടെ വീട്ടിൽ പോകാം, ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വായിച്ചു. അപ്പോൾ ഈ സാഷ്ടാംഗം വീണ് കിടന്ന അബിഗയില് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സമാധാനത്തോടെ വീട്ടിലേക്ക് കൊടുക്കുക, ഞാൻ നിന്റെ മുഖത്തെ ആദരിച്ചിരിക്കുന്നു. നീ യഥാർത്ഥമായി നന്ദി കാണിച്ചു. കാര്യങ്ങൾ മനസ്സിലായപ്പോൾ നിന്റെ ഗൃഹത്തിന് വേണ്ട ധനമുണ്ടാക്കാൻ വേണ്ടി നിന്റെ ആടുകളെ പരിപാലിക്കുന്ന ബാല്യക്കാരെ സംരക്ഷിച്ചെന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദാവീദ് അവനും അവന്റെ ആൾക്കാരും ഇവർക്ക് സഹായമായെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ആവശ്യഘട്ടത്തിൽ നന്ദി കാണിക്കാൻ വേണ്ടി മടങ്ങി വന്ന അബിഗേലിനെ ദാവീദ് സമാധാനത്തോടെ അയച്ചു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നാബാലിനെ ദൈവം സന്ദർശിച്ചു. അവൻ 10 ദിവസത്തിൽ മരിച്ചു പോയപ്പോൾ ഈ അബിഗേൽ ദാവീദിന്റെ ഭാര്യയായി മാറുവാൻ കഴിയും. രാത്രി എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ആരാണെന്നുള്ള യഥാർത്ഥമായ ദർശനമുള്ളവർക്ക് മാത്രമേ ഈ കർത്താവിനെ വേണ്ടതുപോലെ നമസ്കരിപ്പാൻ, ആരാധിപ്പാൻ, അവനെ സ്നേഹിപ്പാൻ, നന്ദി കരേറ്റുവാൻ കഴിയത്തുള്ളൂ. അതല്ല നാബാലിനെ പോലുള്ള താൽക്കാലികമായിട്ടുള്ള സഹായമെല്ലാം ലഭിച്ചിട്ടും അത് നന്മയെല്ലാം കിട്ടിയിട്ടും അത് വീഞ്ഞു കുടിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം മറന്നുപോയി സുഖലോലുപനായി അവൻ ആനന്ദ നിമിഷത്തിലായപ്പോൾ ദാവീദിനെ മറന്നുപോയിട്ട് നീ ആരാന്ന് ചോദിച്ചതുപോലെ ചോദിച്ചെങ്കിൽ ദൈവനെ ദണ്ഡിപ്പിക്കാൻ ഇടയാത്തുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്മ തരുമ്പോൾ ദൈവം ആരാണെന്നുള്ള ചിന്ത വരരുത്, യേശു ആരാണെന്നുള്ള ചോദ്യം വരരുത്. അവനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ദിവസങ്ങളിൽ അവന്റെ കാൽപാദത്തിൽ വീണ് കിടക്കണം. എത്രയോ നന്മകളുണ്ട്, ആ ഭവനത്തിൽ നന്മയുണ്ടായിരുന്നു, ചോദിച്ചത് കൊടുത്താൽ പോരായിരുന്നു. പക്ഷേ അവൻ അഹങ്കാരം കാണിച്ചു, അവൻ ഭോഷത്വം പ്രവർത്തിച്ചു. ദൈവത്തിന് അവനെന്ത് ദൈവം നിന്ന കാണിപ്പാൻ ഇടയാത്തുന്നു കഴിഞ്ഞപ്പോൾ അത് അവന് വിഷയമായി തീരുവാൻ ഇടയാത്തുന്നു. അതുകൊണ്ട് നാബാലിനെ പോലുള്ള ഭോഷത്വം നമുക്കാർക്കും സംഭവിക്കരുത്. നമുക്ക് ദിവസങ്ങളിൽ അബിഗേലിനെ പോലെ നന്ദി പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ഉള്ളൊരു കൃതയം നമുക്ക് നൽകണം. അങ്ങനെയാണെങ്കിൽ ദാവീദ് ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടായത് കൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്, അവനെ ആദരിപ്പാൻ, അവനെ നന്ദി കരയറ്റോടെ തന്നാൽ നാബാൽ വിചാരിച്ചത് വഴിതെറ്റിപ്പോയ ഒരുത്തൻ, അതെ യജമാനനെ വിട്ടുപോയ ഒരുത്തൻ എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ടാ ദാവീദിനെ കണ്ടത്. അതുകൊണ്ടാണ് അവന് ബഹുമാനം കൊടുക്കാതിരുന്നെങ്കിൽ അവന്റെ ഭവനത്തുണ്ടായിരുന്ന അവന്റെ ഭാര്യക്കറിയാമായിരുന്നു വഴിതെറ്റിപ്പോയി, അത് യജമാനനെ വിട്ടുപോയ ചതിച്ചുപോയ ഒരുവനല്ല ദാവീദ് എന്നുള്ള തിരിച്ചറിവുള്ളത് പോലെ ഇന്ന് ലോകത്തിന് ഒരു പക്ഷേ യേശു ആരാണെന്ന് അറിയത്തില്ലായിരിക്കാം. യേശു ആരാണെന്ന് പല ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും. അത് യേശു കൊടുത്ത ജീവൻ പ്രാപിച്ചുകൊണ്ട്, യേശു കൊടുത്ത നന്മ കൊണ്ട്, അവൻ കൊടുത്ത ഓക്സിജൻ ശ്വസിക്കുന്ന ലോകജനത ചിലർ ചോദിക്കും യേശു ആരാണ്. പക്ഷെ രാത്രി നമുക്കറിയാം യേശു ആരാണ്. ദൈവം തന്ന വിവേകം കൊണ്ട് പറയാൻ സാധിക്കും, അവനാണ് എന്റെ സകലവും. അവന്റെ മുമ്പിൽ നന്ദി പ്രകാശിപ്പിക്കാതെ, അവനെ സ്തോത്രം കരയറ്റാതെ എനിക്കൊരു ദിവസം പോലും കിടക്കാൻ കഴിയത്തില്ല. എന്താ പറയാൻ കഴിയും? അതെ, യേശുവിന് കൊടുക്കേണ്ട നന്മ കൊടുക്കാതെ, അവനെ സ്തുതിക്കാതെ, അവനെ സ്തോത്രം കരയറ്റാതെ എനിക്ക് ഒരു രാത്രി പോലും ഉറങ്ങാൻ കഴിയത്തില്ല. ഈ ദാവീദ് നന്ദി പ്രകാശിപ്പിക്കുന്നതായിരുന്നു. അവൻ രാജ്യത്വം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവൻ അതിന് മുമ്പിൽ നൃത്തമാടി ദൈവത്തിൽ നന്ദി പ്രകാശിപ്പിച്ചു. അവന്റെ രാജകീയ മഹിമയെല്ലാം വെടിഞ്ഞു കളഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിനെ കുറിച്ച് 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തി. എന്നാൽ ദൈവകൃപയെന്തെന്നും ദൈവസ്നേഹമെന്നും അറിയാൻ കഴിയാതിരുന്ന ശൗലിന്റെ കുടുംബത്തിൽപ്പെട്ട മീഖളിനത് മനസ്സിലായില്ല. അവൾ വിചാരിച്ചു ഇവൻ നിസ്സാരക്കാരനെ പോലെ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ തുള്ളുന്നതിന്റെ അവൻ ആരാധിച്ച് നൃത്തം ചെയ്യുന്നതിന്റെ പിമ്പിലുള്ള ദൈവിക ഉപകാരത്തെ കുറിച്ച് അവൻ ചെയ്യുന്ന നന്ദി എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ മീഖൾ എന്ത് ചെയ്തു?
നിന്ദിച്ചു, ഹൃദയത്തെ നിന്ദിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ച ദാവീദ് പട്ടയം കൊണ്ട് എന്റെ സ്ഥാനത്ത് വെച്ച് വീട്ടിൽ മടങ്ങി വരുമ്പോൾ മീഖള് അവനെ നിന്ദിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുക. നീ ഇന്ന് നിന്റെ ദാസ്യമാരുടെ മുമ്പിൽ നിന്നെ തന്നെ അവകാശിയായി നീ വസ്ത്രങ്ങൾ ഇല്ലാത്തവനെ പോലെ നൃത്തം ചെയ്ത് ആരാധിച്ചില്ലേ, നീ നിസ്സാരക്കാരനായി മാറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ കുടുംബത്തിനും നിന്റെ പിതാവിനും മനസ്സിലാകത്തില്ല എന്താണെന്നുള്ളത്, പക്ഷെ എനിക്കറിയാം എന്നെ പ്രൂവാക്കി ഉയർത്തിയത് ആരാണെന്നുള്ളത്. അവന്റെ മുമ്പിൽ ഞാൻ ഇതിലധികം എന്ത് ചെയ്യും, ഞാൻ നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 18 ശമൂവേലിന്റെ പുസ്തകം 6-12-13 വാക്യങ്ങൾ പറയുന്നത്. ആര് കളിയാക്കിയാലും, ആര് നമ്മുടെ സ്തോത്രം പറയുന്നതിനെ കളിയാക്കിയാലും ഞാനും നിങ്ങൾ നിർത്തത്തില്ല. കാരണം ഈ സ്തോത്രത്തിന് മുമ്പിലുള്ള യഥാർത്ഥമായ മർമ്മമെന്ന് അറിയാവുന്നവൻ അതേ സ്തോത്രം പറയും. അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ നന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ മൗനമായിട്ടിരിക്കാൻ കഴിയത്തില്ല, സ്തോത്രം ചെയ്യും. അതുകൊണ്ടാണ് 2 ശമൂവേൽ 6-ാം അധ്യായം 21 വാക്യത്തിൽ ഇങ്ങനെ പറയണം, ഞാൻ ഇനിയും ഇതിലധികം ഹീനവും എന്റെ കാഴ്ചക്ക് എളിയവനുമായിരിക്കും. പറയുക, ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഇന്ന് രാത്രി ദാവീദ് പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പക്ഷെ മറ്റുള്ളവർ പറയും, നിനക്കെന്നും പ്രാർത്ഥനയുള്ളൂ, നിനക്കൊന്നും ഉപവാസമേ ഉള്ളൂ, നിനക്കൊന്നും സ്തോത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും ഇല്ലേ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, അതെ, യഹോവയുടെ മുമ്പാകെ പറയുകയാണ് ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതെ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും, ഞാൻ ആരാധിക്കും. എന്നെ വിടുവിച്ച, എനിക്ക് വേണ്ടി ഭവനം പണിയുന്ന, എനിക്കൊരു ഭാവി ഒരുക്കി തരുന്ന എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. മീഖളെ, നീ നിന്ദിച്ചാലൊന്നും എന്റെ ആരാധനയ്ക്ക് മാറ്റം വരത്തില്ല. ഞാൻ ഇനിയും ഇതിൽ അധികമായി ഹീനനും എന്റെ കാഴ്ചക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകുമെന്ന് പറഞ്ഞു. അതായത് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തിന്റെ പട്ടണത്തിന് മുമ്പിൽ സന്തോഷത്തോടെ അതിവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്റെ ആഗ്രഹമായിരുന്നു. എന്റെ ജീവിതത്തിന്റെ ആഗ്രഹമായിരുന്നു ദൈവത്തിന്റെ പട്ടണം അത് ഞാനിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരണമെന്ന്. അതിനുവേണ്ടി ആദ്യം ഇറങ്ങി തിരിച്ചപ്പോൾ മരണമുണ്ടായി. എന്നാൽ കൊണ്ടുവന്നപ്പോൾ സന്തോഷമായിരുന്നു. അതുകൊണ്ട് പറയാം, മീഖളെ, നീ നിന്ദിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ നീ കാണിച്ചത്. കാരണം നിങ്ങൾക്കെല്ലാം നിന്നയായിരുന്നു, ദൈവകാര്യങ്ങളെല്ലാം നിന്നയായിരുന്നു, സ്വയത്തിന് വേണ്ടിയുള്ള ചിന്തകളായിരുന്നു, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി സ്ഥാനം പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ജീവിതമല്ലുള്ള എന്റെ ഗ്രഹം അതല്ല ആ ദൈവം കണ്ടിരിക്കുന്നത്. ദൈവം അഭിഷേകം ചെയ്ത് എന്നെ പ്രഭുവാക്കി ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിമ്പിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് അവനെയാ. ഞാൻ മൗനമായിട്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിന്ദിച്ചാലും ഞാൻ ഇനി അധികമായി ദൈവത്തെ ആരാധിക്കുന്ന ഹീനനായി തീരുവാൻ, നിസ്സാരനായി തീരുവാൻ ഞാൻ സമ്മതനാകുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്ന, ആര് കളിയാക്കിയാലും ആര് നിന്ദിച്ചാലും നമ്മുടെ ആരാധന മാറ്റം വരത്തില്ല. കാരണം നമുക്കുണ്ട് എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് രാത്രി സന്ദേശം അവസാനിപ്പിക്കാം. ഇബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം 28-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പരിമാറ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. രാത്രി ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പരിമാറ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇളകി മാറിപ്പോകും. ഇന്ന് കാണുന്ന ആകാശം ഭൂമി ഇളകി മാറിപ്പോകും. ഇതെല്ലാം കത്തിയഴിയപ്പെടും, സമുദ്രം കത്തിയഴിയപ്പെടും. ഇതെല്ലാം ഇളകി മാറുന്നതാണ്. ഇവിടെ സാമ്രാജ്യത്വങ്ങൾ ഇളകി മാറും, ആധിപത്യങ്ങൾ ഇളകി മാറും. എല്ലാം മാറുമ്പോഴും ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു ആധിപത്യമുണ്ട്. യേശു ക്രിസ്തു സ്ഥാപിക്കുന്ന നിത്യാധിപത്യമുണ്ട്. അവന്റെ
തോളിന്മേൽ പിതാവാം ദൈവം കൊടുത്തിരിക്കുന്ന നിത്യാധിപത്യന്റെ തോളിന്മേലുണ്ട്. ആ അധികാരമുള്ളവൻ അത് വരും, അധികാരത്തോടുകൂടി അവൻ പ്രവർത്തിക്കും. ഇതെല്ലാം ഇളകി മാറിപ്പോകുമ്പോൾ ഇളകാത്ത രാജ്യം യേശു ക്രിസ്തു സ്ഥാപിക്കും എന്നുള്ള പ്രത്യാശയുള്ളവർക്ക് ദൈവത്തെ നന്ദി കരറ്റാതിരിക്കാൻ കഴിയത്തില്ല. ഇളകി മാറുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളെ സ്തോത്രം ചെയ്യുന്നത്. യേശു കർത്താവ് ലോകത്തിൽ വന്നത് അവൻ സ്ഥാപിച്ചിരിക്കുന്ന ദൈവരാജ്യവും ദൈവസഭ എന്നുള്ളത് നിത്യമായിട്ടുള്ളതാണ്. ഇവിടെയുള്ളതെല്ലാം മാറിപ്പോകും. അഭിസ്നാഭാലിന് അറിയത്തില്ലായിരുന്നു ദാവീദിന് വേണ്ടി ദൈവം ഗ്രഹം പണിയുമെന്ന്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അബിഗയിലിന് അറിയാമായിരുന്നു ഇവൻ നിസ്സാരക്കാരനല്ല, ഇവന് വേണ്ടി ദൈവം ഒരു ഭവനം പണിയുന്നുണ്ട്, ഇവനെ പ്രഭുവാക്കും. അങ്ങുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അവൾ നന്ദി പ്രകാശിപ്പിച്ചത് സാഷ്ടാംഗം വേണമെങ്കിൽ അവളെ ഭവനത്തിൽ കൊണ്ടുപോയതുപോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നാം അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ആ നിത്യരാജ്യത്തിലേക്ക് പ്രവേശം നമുക്ക് ലഭിച്ചിരിക്കുക. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറും, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും ദൈവത്തിൽ അറിയപ്പെട്ട് അല്പസമയം പ്രാർത്ഥിച്ചാട്ട് അത് നാം നന്ദി പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങളെ ആണോ അതിന് പിന്നാലെ നാം പോവുകയാണോ? 9 പേരും ഉപകാരം ലഭിച്ച് ശരീരം ശുദ്ധമായപ്പോൾ അവർ അവരുടേതായ ആഗ്രഹങ്ങൾ കോടിപ്പോയപ്പോൾ ഒരുവൻ മടങ്ങി വന്ന് പറഞ്ഞു, കർത്താവേ, എനിക്ക് കിട്ടിയ സത്യം നിന്റെ ദാനമാണ്, നിന്നെയാണ് ഞാൻ മഹത്വപ്പെടുത്തുന്ന ഉച്ചത്തിൽ വന്ന് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ രാത്രിയിൽ അബിഗയിൽ ചെയ്തതുപോലെ വേഗമുള്ളവളായി അവൾ ദാവീദിന്റെ അവനെ ബഹുമാനിക്കുവാൻ നന്ദി കരയറ്റി അവൻ ചെയ്ത ഉപകാരം നന്ദി പ്രകാശിപ്പിച്ചതുപോലെ ദിവസം വിവേകമുള്ളവരായി നമുക്കായി തീരുവാനിടെ നന്ദിയില്ലാത്തവരായി 9 പേർ ഓടിപ്പോയപ്പോൾ, സ്വന്തം കാര്യം നോക്കുവാൻ ഓടിപ്പോയപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നു വീണ ആ ശമയക്കാരനെ പോലെയാണോ ഞാൻ എന്നുള്ളത്? രാത്രിയിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ, എന്റെ പാദത്തിൽ ഞാൻ വരില്ല, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്, എന്നെ ഇത്രത്തോളം മാറ്റിയത് അങ്ങയുടെ കൃപയാണ്. എനിക്ക് തന്നിരിക്കുന്ന ശബ്ദം, എന്റെ ആയുഷ്, ഇതെല്ലാം അങ്ങ് തന്നതാ കർത്താവേ. രാത്രി നമുക്ക് ദൈവങ്ങൾ സമർപ്പിക്കാം. അബിഗയിലിനെ പോലെ അതേ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രവേശിപ്പിക്കുക. അതെ, നാം നന്ദിയോടെ നാം പ്രാർത്ഥിക്കുന്നവരാണ്, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാണ്. നന്ദി എന്നതിന്റെ പിമ്പിൽ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ശ്രേഷ്ഠകരമായ ഭാവിയെ കണ്ടുകൊണ്ട്, ആ ശോഭനമായ ഭാവിയെ കണ്ടുകൊണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതുകൊണ്ട് അവന്റെ മണവാട്ടിയാക്കി നമ്മെ തീർക്കാൻ പോകുന്ന ദൈവ സ്നേഹത്തിന്റെ ആ ക്രിസ്തു നിസ്തുലമായ രക്തത്തിന്റെ വിലയെ ഓർത്തുകൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ പണ്ടെടുക്കുന്ന സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് രാത്രി കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ നന്ദി കരയറ്റിയാട്ട് അതേ നാം പ്രാപിച്ചെടുക്കും. ദൈവം നമ്മളെ കൊണ്ടുപോകുവാൻ വേഗത്തിൽ വരും. നിന്ന് മാറുവാൻ സമയമായി ചോദ്യങ്ങൾ ചോദിക്കുക. യേശു ആരാണെന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്കറിയാം എന്റെ യേശു ആരാകുന്നുവെന്ന്. അതെ, ആ തിരിച്ചറിവിൽ രാത്രി നമുക്ക് പറയാം, സകല പുകഴ്ചയും സകല മഹത്വവും സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം ഞങ്ങൾ നന്ദിയായി അങ്ങേക്കർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താക്കുന്ന രാത്രിയിൽ ഒരു വിടുതൽ നന്നതിനായി സ്തോത്രം ചെയ്യാം. ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതിനായി സ്തോത്രം ചെയ്യാം. നന്ദിയുള്ളവരായി ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള ദൂതം കൈമാറിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമപ്പെടുന്നു.